ആരാണ് ഉത്തമ സമുദായം? വിശുദ്ധ ഖുർആൻ സൂറത്തു ആല ഇമ്രാൻ അല്ലാഹു തആല അവിടെ പറയുന്നുണ്ട്, കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. കുൻതും ഖൈറ ഉമ്മ, നിങ്ങൾ ഖൈറു ഉമ്മത്താണ്, ഉത്തമ സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് നിങ്ങളെ നാം പുറപ്പെടുവിച്ചു. ജനങ്ങളിലേക്ക് പുറപ്പെടുവിക്കപ്പെട്ട ഏറ്റവും ഉത്തമ സമുദായമാണ് നിങ്ങൾ. ജനങ്ങളിലേക്ക്, ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി. ഉഖ്രിജത് ലിന്നാസ്, സമകാലീന സമൂഹത്തിന് വേണ്ടി നിങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചിരിക്കുന്നു. നിങ്ങൾ ഉത്കൃഷ്ട സമുദായമാണ്. തഅ്മുറൂന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുന്നു. വതൻഹൗന അനിൽ മുൻകർ, നിങ്ങൾ തിന്മ വിരോധിക്കുന്നു. ധർമ്മം നിങ്ങൾ കൽപ്പിക്കുന്നു, അധർമ്മം വിരോധിക്കുന്നു. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമുദായം ഉത്കൃഷ്ട സമുദായമായത്. നിങ്ങൾ ഉത്തമ സമുദായമാണ്, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും അല്ലാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് കൊണ്ട്. ആല ഇമ്രാൻ സൂറത്തിലെ ആയത്താണിത്. ഈ സ്വഭാവം നമ്മളിലുണ്ടോ? എല്ലാ വർഷവും നാം വഅദ് സംഘടിപ്പിക്കുന്നു. എന്താണ് ഉദ്ദേശം? അംറും ബിൽ മഅറൂഫ് നഹിയുൻ അനിൽ മുൻകറാണ്. നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഖിയാമത്തിന്റെ 10 അടയാളങ്ങളിൽ ഒന്ന് ദാബത്തുൽ അർള് പുറപ്പെടലാണ്. ദാബത്തുൽ അർള് വരാനുള്ള സാഹചര്യം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ പറയുന്നുണ്ട്, ഇദാ ലം യഅ്മുറു ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കാതിരിക്കുമ്പോൾ, വലം യൻഹൗ അനിൽ മുൻകർ, തിന്മ വിരോധിക്കുകയും ചെയ്യാതിരിക്കുമ്പോൾ, വജബസ്സഖത്തു അലൈഹിം, ദൈവകോപം അവർക്ക് നിർബന്ധമാവുകയാണ്. അപ്പോഴാണ് ആരും നന്മ കൽപ്പിക്കാതെ വരുമ്പോൾ, ആരും തിന്മയെ വിഭാടനം ചെയ്യാതിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ കോപം അവരിലേക്ക് വരും. അപ്പോഴാണ് ദാബത്തുൽ അർള് പ്രത്യക്ഷപ്പെടുന്നത്. കുറച്ച് ആളുകൾ തെറ്റു ചെയ്യുന്നു, അതിൻ്റെ പേരിൽ അള്ളാഹു ഒരു ജനതയെ ശിക്ഷിക്കുകയില്ല. എപ്പോ അവരിൽ ഇസ്ലാഹിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ, ദഅവത്തിന്റെ, തബ്ലീഗിന്റെ, ഇസ്ലാഹിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ആ ജനതയെ അള്ളാഹു തആല തുടച്ചു നീക്കുകയില്ല. ഖുർആൻ, വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. കണ്ടില്ലേ? നിന്റെ നാഥൻ, വമാ കാന റബ്ബുക, നിന്റെ റബ്ബ്, ലിയുഹ്ലികൽ ഖുറാ, ഗ്രാമങ്ങളെ നശിപ്പിക്കുന്നവനല്ല, ബിളുൽമിൻ, ആ ഗ്രാമീണർ തെറ്റു ചെയ്തതിന്റെ പേരിൽ, വഅഹ്ലുഹാ മുസ്ലിഹൂൻ, ആ നാട്ടുകാർ ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ. ഇസ്ലാഹിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലേ, അംറും ബിൽ മഅറൂഫ് നഹീൻ അനിൽ മുൻകർ ഇല്ലേ, നന്മ കൽപ്പിക്കുന്നില്ലേ, തിന്മ വിരോധിക്കുന്നില്ലേ, ദഅവത്ത് നടത്തുന്നില്ലേ, ഇസ്ലാഹ് നടത്തുന്നില്ലേ, ആ സമൂഹത്തെ അള്ളാഹു അട്ടിമറിക്കും. എല്ലാ വർഷവും 5-6 ദിവസം പ്രഭാഷണം സംഘടിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങാൻ കാരണമാണ് എന്ന് ഈ സൂക്തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. എപ്പോഴാണ് അള്ളാഹുവിന്റെ കോപം ഇറങ്ങുക? പ്രവാചകന്റെ പത്നി, വിശ്വാസികളുടെ മാതാവായ സൈനബ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അനഹ്ലികു വഫീനാ അസ്സാലിഹൂൻ യാ റസൂലല്ലാഹ്. അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു ഞങ്ങളെ ഹലാക്കാക്കുമോ, നശിപ്പിക്കുമോ? വഫീനാ അസ്സാലിഹൂൻ, ഞങ്ങളിൽ സച്ചരിതർ, സൽക്കർമ്മികൾ ജീവിച്ചിരിക്കുമ്പോൾ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നഅം ഇദാ കസുറൽ ഖബസു, സാലിഹീങ്ങൾ ജീവിച്ചിരുന്നാലും അള്ളാഹു നശിപ്പിക്കും. എപ്പോൾ? ഇദാ കസുറൽ ഖബസു, അധാർമികത വർദ്ധിച്ചു വരുമ്പോൾ, വൃത്തികേടുകൾ പെരുകുമ്പോൾ, തോന്നിവാസം വർദ്ധിക്കുമ്പോൾ, ഒളി ക്യാമറ പ്രവർത്തിക്കുമ്പോൾ.
ഈയിടെ ഒരു പത്രത്തിൽ കേട്ട ഒരു കാർട്ടൂൺ, ഒരു ഭർത്താവ് ഭാര്യയുടെ പറയുക, ഡി ബാത്റൂമിൽ കയറി സൂക്ഷിക്കണേ, ഞാൻ ബാത്റൂമിൽ കയറുന്നില്ല, റോഡിന്റെ സൈഡിൽ നിന്ന് എൻ്റെ കാര്യം നിർവഹിച്ചോളാം, 2-3 പേരിലേക്കാവ് കാണുകയുള്ളൂ. ബാത്റൂമിൽ കയറിയ ലോക ജനത ഒരു പക്ഷേ എങ്ങാനും ഇന്റർനെറ്റിലൂടെ കണ്ടാലോ? മനസ്സിലായില്ല? മനസ്സിലാവില്ലല്ലോ. മനസ്സിലായോ? മനസ്സിലായി. എങ്ങോട്ടാ ലോകം പോകുന്നത്? വിശ്വസിച്ചൊരു ലോഡ്ജ് എടുക്കാവോ? റൂം എടുക്കാവോ? ഭാര്യയുടെ കൂട്ടത്തിലോ ലോഡ്ജിൽ താമസിക്കാൻ പറ്റുമോ? അല്ലേ? നിങ്ങളുടെ ജില്ലയിലല്ലേ സംഭവിച്ചത്? ഒരു ജില്ലയിൽ ഒരു പ്രമുഖ ഹോട്ടലിൽ 2ാം നിലയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബാത്റൂമിൽ ഒളി ക്യാമറ വെച്ചിരിക്കുന്നു. എന്ത് കാണാനാ? നഗ്നത ദർശിക്കാൻ, അല്ലേ? ഇതാരുടെ പ്രവർത്തനമാണ്? ആരുടെ പ്രവർത്തനമാണിത്? ഇതിനെപ്പറ്റി മന്ത്രി ശ്രീമതി പറഞ്ഞത് നിങ്ങൾ കേട്ടോ? കേരള ആരോഗ്യമന്ത്രി ശ്രീമതി പറഞ്ഞത് നിങ്ങൾ കേട്ടോ? ഈ സംഭവങ്ങൾ കേരള ജനതയെ, നമ്മുടെ രാജ്യത്തെ ജനതയെ ബാധിച്ചിരിക്കുന്ന സാംസ്കാരിക അപചയമാണ്, മൂല്യച്യുതിയാണ് കാരണം എന്ന് കേരള ആരോഗ്യമന്ത്രി ശ്രീമതി പറയുകയുണ്ടായി. ശരിയല്ലേ? ശരിയല്ലേ? സൈനബ്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി സൈനബ് റളിയല്ലാഹു അൻഹ, ഞങ്ങളെ അള്ളാഹു നശിപ്പിക്കുമോ? ഞങ്ങളിൽ സാലിഹീങ്ങൾ ജീവിച്ചിരിക്കെ നശിപ്പിക്കും. എപ്പോഴാ? പണിയെടുത്തില്ലെങ്കിൽ. എന്തു പണി? ദഅവത്ത്. ദഅവത്ത് മീനിങ് പ്രബോധനം നടത്തണം, നടത്തിക്കൊണ്ടേയിരിക്കണം. പ്രബോധനം പ്രകാശമാണ്. ദഅവത്ത് നടത്തിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആൻ ആല ഇമ്രാൻ സൂറത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ആല ഇമ്രാൻ. വൽതകും മിൻകും, നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ, ഉമ്മത്തുൻ, ഒരു സമൂഹം, യദ്ഊന ഇലൽ ഖൈർ, അവർ നന്മയിലേക്ക് ക്ഷണിക്കട്ടെ, അവർ ഖൈറിലേക്ക് ക്ഷണിക്കട്ടെ. ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം നിങ്ങളിൽ നിന്ന് ഉണ്ടാവട്ടെ. യഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിക്കട്ടെ. വയൻഹൗന അനിൽ മുൻകർ, അവർ തിന്മ വിരോധിക്കുകയും ചെയ്യട്ടെ. ധർമ്മത്തിലേക്ക് ക്ഷണിക്കുന്ന, അധർമ്മത്തെ വിഭാടനം ചെയ്യുന്ന, നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമൂഹം ഉയർത്തെഴുന്നേൽക്കട്ടെ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരത്രേ വിജയികൾ, അവരാണ് വിജയിക്കുന്നവർ. അപ്പൊ വിജയിക്കാനുള്ള മാർഗം എന്താ? നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കുക, ഇസ്ലാഹ്, നവോത്ഥാനം നടത്തിക്കൊണ്ടിരിക്കുക. നവോത്ഥാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് സമൂഹം തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു തആല സമൂഹത്തെ നശിപ്പിക്കുകയല്ല. അള്ളാഹു കരുണാനിധിയല്ലേ, അല്ലേ? എന്നാൽ എല്ലാവരും എല്ലാം മറന്ന് തെറ്റ് ചെയ്യുന്നു. ആരും തെറ്റിനെ നിരോധിക്കാനും ഇല്ലെങ്കിൽ അള്ളാഹു അട്ടിമറിക്കും. ഫകുല്ലൻ അഖദ്നാ ബിദംബി, അല്ലാഹു ഖുർആനിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞു, ഗതകാല സമൂഹങ്ങളെ, പൂർവ്വ സമൂഹങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്. ബിദംബി, അവർ ചെയ്ത അധർമ്മത്തിന്റെ പേരിൽ, പാപങ്ങളുടെ പേരിൽ. കണ്ടോ? ഫകുല്ലൻ അഖദ്നാ ബിദംബി ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബ വമിൻഹും മൻ അഖദതുഹു സൈഹ വമിൻഹും മൻ ഖസഫ്നാ ബിഹി വമിൻഹും മൻ അഗ്റഖ്നാ വമാ കാന അല്ലാഹു ലിയദ്ലിമഹും വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ. അല്ലാഹു തആല പറയുന്നുണ്ട്, ചിലരെ നാം നശിപ്പിച്ചത് വാനലോകത്ത് നിന്ന്. ഫമിൻഹും മൻ അർസൽനാ അലൈഹി ഹാസിബാ, വാനലോകത്ത് നിന്ന് കെമിക്കൽ റേ, രാസമഴ, ചരൽ കല്ലുകൾ കൊണ്ട് നശിപ്പിച്ചിട്ടുണ്ട്. വമിൻഹും മൻ അഖദതുഹു സൈഹ, ചിലരെ നാം നശിപ്പിച്ചത് അട്ടഹാസം കൊണ്ടാണ്, ശബ്ദം കൊണ്ട്. ഘോരമായ ശബ്ദം കേട്ടപ്പോ എല്ലാം മൂക്കുകുത്തി വീണു. സമൂദ് ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ചത് ഒരൊറ്റ ശബ്ദം കൊണ്ടാണ്. ഒരു ശബ്ദം കേൾക്കുകയും എല്ലാവരും ഠക്കെന്ന് പറഞ്ഞ് മറിഞ്ഞു വീണു. ലൂത്ത് നബിയുടെ ജനത, നമുക്കറിയാം അവർ ചെയ്ത തെറ്റ് സ്വവർഗരതിയായിരുന്നു. ലൂത്ത് നബിയുടെ ജനതയാണ് അല്ലാഹു തആല വാനലോകത്ത് നിന്ന് സുഹൃത്തുക്കളെ രാസമഴയും ചരൽ കല്ലും കൊണ്ട് വർഷിപ്പിച്ച് നശിപ്പിച്ചു. വഅംതർനാ അലൈഹിം ഹിജാറതൻ
മിൻ സിജ്ജീലിൻ മൻലൂദ് ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് കടന്നു വരാം. അല്ലാഹു ചില വിഭാഗത്തെ നശിപ്പിച്ചത് വമിൻഹും മൻ അഗ്റഖ്നാ, ചെങ്കടലിൽ മുക്കി നശിപ്പിച്ചു, ഫറോവയെയും അവന്റെ കിങ്കരന്മാരെയും. വമാ കാന അല്ലാഹു ലിയദ്ലിമഹും, അല്ലാഹു അവരോടൊരു ദുൽമൻ ചെയ്തിട്ടില്ല. വലാകിൻ കാനൂ അൻഫുസഹും യദ്ലിമൂൻ, പക്ഷെ സ്വന്തത്തോട് അവര് തന്നെ ദുൽമ ചെയ്തു, അക്രമം ചെയ്തു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോഴത്തെ ഏറ്റവും ഫ്രഷ് വാർത്ത ഒളി ക്യാമറയാ അല്ലേ? അത് നമ്മുടെ സ്വന്തം ജില്ലയിൽ. എന്നാൽ സഹോദരങ്ങളെ, തിരുവനന്തപുരം ജില്ലയിൽ നടന്ന ഒരു സംഭവം നിങ്ങൾക്ക് കേൾക്കണോ? 2010 മാർച്ച് 11 വ്യാഴം, ഈ മാസം തന്നെ നടന്ന സംഭവമാണ് ഇല്ലേ? ഇന്ന് മാർച്ച് എത്രയാ? 19. നാളെ എത്രയാ? നാളെ ഏത് മാസം? ഏപ്രിൽ. നാളെ ദിവസം എന്തൊരു പ്രത്യേകതയില്ലേ? കള്ളം പറയാവുന്ന ദിവസം അല്ലേ? അത് ശരി. നാളെ അല്ലേ കള്ളം പറയാവുന്ന ദിവസം? കള്ളം പറയാവോ നാളെ? പറയാവോ? നാളെ കള്ളം പറയാവോ? ഏപ്രിൽ കൂളോ? ഏപ്രിൽ ഫൂൾ. അങ്ങനെ ഒരു ദിവസം ഇസ്ലാമിക ശരീഅത്തിലില്ല കേട്ടോ. കള്ളം പറയൽ അനുവദിക്കപ്പെട്ട ദിവസം. പിന്നെന്താ? വാലന്റൈൻസ് ഡേ, പ്രേമിക്കാൻ ഒരു ദിവസം. ഓരോന്നിനും ഓരോ ദിവസം വെച്ചിരിക്കുക. പ്രേമിക്കാൻ ഒരു ദിവസം, ലവ് ലെറ്റർ കൊടുക്കാൻ ഒരു ദിവസം. സമൂഹം എങ്ങോട്ടാ പോകുന്നത്? നോക്കൂ, മകളെ കൊലപ്പെടുത്താൻ കൂട്ടുനിന്ന മാതാവ് അറസ്റ്റിൽ. മകളും ഉമ്മയും ഫോട്ടോ എല്ലാം പത്രത്തിലുണ്ടായിരുന്നു. ഈ പത്രം തേജസിന്റെ കട്ടിംഗ് ആണ്. പറഞ്ഞു മനസ്സിലായോ? മകളെ കൊലപ്പെടുത്താൻ നോക്കൂ, നല്ലൊരു മോളുടെ പേര് സജന എന്നാണ്, 16 വയസ്സ്, സജന മോൾ. ആ മോളെ പിന്നിലൂടെ വന്ന് കാമുകൻ ഷാളിട്ട് ഞെരിച്ചു കൊന്നു. കൊല്ലാൻ പറഞ്ഞതാരാ? ഈ പെണ്ണിനെ നൊന്ത് പ്രസവിച്ച മാതാവ് തന്നെ. മാതാവിന്റെ പേര് റജില എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവം. സുഹൃത്തുക്കളെ, ഒരു ടാക്സി ഡ്രൈവർ, പേര് ഞാൻ പറയുന്നില്ല, ഈ സജനയുടെ വല്യുമ്മയുടെ മകൾ ആ ടാക്സി ഡ്രൈവർ അടുത്തായിരുന്നു താമസം. ഞാൻ ചുരുക്കി പറയുകയാണ്. ഒരു ടാക്സി ഡ്രൈവർ, ജീപ്പ് ഓടിക്കുന്ന ഒരു ഡ്രൈവർ, ചെറുപ്പക്കാരൻ, മാതാപിതാക്കളോടും കുടുംബത്തോടും ഒപ്പം ജീവിക്കുക. അപ്പൊ ഈ സജന എന്ന് പറയുന്ന ഈ കുട്ടിയുടെ വല്യുമ്മയുടെ മകള് ഈ ടാക്സി ഡ്രൈവർ അടുത്തായിരുന്നു താമസം. ഒരു ദിവസം ഈ ടാക്സി ഡ്രൈവറുടെ മൊബൈൽ ഇങ്ങോട്ട് വാങ്ങിച്ചു. ആര്? വല്യുമ്മയുടെ മോള്. എന്നിട്ട് സജനയുടെ ഉമ്മ റജുലയ്ക്ക് വിളിക്കുകയാണ്. വിളിച്ചിട്ട് ഫോൺ അങ്ങ് കൊടുത്തു. പക്ഷേ ഈ ടാക്സി ഡ്രൈവർ ആ നമ്പർ നോട്ട് ചെയ്തു വെച്ചു. പിന്നെ ഒരു ദിവസം ഈ ഡ്രൈവർ വിളിച്ചു. ആരെ? റജുലയെ. വീണ്ടും വിളിച്ചു. ആദ്യം മിസ് കോളാ പോയത്. അങ്ങനെ അത് മാനസികമായ അടുപ്പമായി. സുഹൃത്തുക്കളെ, പിന്നെ പലപ്പോഴും ഈ ടാക്സി ഡ്രൈവർ ഈ സജന എന്ന കൊല്ലപ്പെട്ട 16 വയസ്സുകാരി പെണ്ണിന്റെ മാതാവ് താമസിക്കുന്ന അവരുടെ വീട്ടിൽ രാത്രി എത്താൻ തുടങ്ങി. ഉമ്മ എന്തു ചെയ്തു? രഹസ്യമായി വാതിൽ തുറന്നു കൊടുത്തു. തട്ടും പുറത്ത് ദിവസങ്ങളോളം തട്ടും പുറത്ത് താമസിച്ചു. എവിടെ എത്തി? ഭർത്താവ് എവിടെയാ? മസ്കറ്റിൽ, ഗൾഫിൽ. സുബ്ഹാനല്ലാഹ്. കേരളത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കുടുംബ വാർത്തകളിൽ ഒന്നാണിത്. പാവം സജന മോൾ, അവൾ എന്ത് തെറ്റ് ചെയ്തു? അവൾ പറഞ്ഞു, ഉമ്മ, ഞാനിത് ഉപ്പയെ വിളിച്ചറിയിക്കും. ഇത്രേ പറഞ്ഞുള്ളൂ അവൾ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കാണാം ഈ റിപ്പോർട്ട്. ഏറ്റവും ഫ്രഷ് റിപ്പോർട്ടാണിത്. സുഹൃത്തുക്കളെ, ഇവിടെ വില്ലനായത് മൊബൈൽ ഫോണാണ് അല്ലേ? മൊബൈലല്ലേ ഇവിടെ വില്ലനായത്? നോക്കൂ, മറ്റൊരു പേപ്പർ കട്ടിംഗ് ആണിത്. കുട്ടികൾ ചതിക്കുഴികളിൽ വീഴാതിരിക്കാൻ രക്ഷകർത്താക്കൾ ജാഗ്രത കാണിക്കണം. DGP, കേരള DGPയുടെ വാർത്തയാണിത്. നോക്കൂ, കേരളത്തിൽ കൗമാര ആത്മഹത്യക്കെതിരെ ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന് രക്ഷകർത്താക്കൾ, അധ്യാപകർ എന്നിവർ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പോലീസ് DGP നിർദ്ദേശിച്ചു. അടുത്ത കാലത്തായി കൗമാരക്കാരായ കുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന നിരവധി സംഭവങ്ങൾ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ കൂടുതലും വിദ്യാർത്ഥിനികളാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ AC ചേർക്കാറിൽ ട്രെയിനിൽ വരുമ്പോൾ ഞങ്ങളുടെ മുന്നിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റൂല. ടീനേജ് പ്രായത്തിൽപ്പെട്ട ഒരു പെണ്ണും ഒരു ചെറുപ്പക്കാരനും തൊടുന്നു, മാന്തുന്നു, പിടിക്കുന്നു. പിന്നെ ഉള്ളത് ഈ സദസ്സിനോട് പറയാൻ പറ്റൂല.
എന്തൊരവസ്ഥയാണിത്? ഇതാണോ നമ്മുടെ ക്യാമ്പസ്? ഇതാണോ നമ്മുടെ കലാലയം നൽകുന്നത്? സുഹൃത്തുക്കളെ, ഇന്നലത്തെ പത്രത്തിൽ നിങ്ങൾ കണ്ടില്ലേ? കോട്ടയം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമായ വാഗമൺ. എൻ്റെ വീട്ടിൽ നിന്ന് 23 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വാഗമണ്ണിലെത്താം. അവിടെ ഒരു ആത്മഹത്യാ മുനമ്പുണ്ട്. 6 ദിവസമായി അഴുകിക്കിടക്കുന്ന കമിതാക്കൾ. 6 ദിവസമായി അഴുകിക്കിടക്കുന്ന കമിതാക്കൾ. അതിൽ സുഹൃത്തുക്കളെ, അയാൾക്ക് ഭാര്യയും കുട്ടികളും ഉള്ളതാണ്. ആ പെൺകുട്ടി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ജോലിയായിരുന്നു. മർഹബ. സഹോദരങ്ങളെ, കേരള DGP ആണ് പറയുന്നത്, അനുദിനം കേരളത്തിൽ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്നു, കൂടുതൽ പെൺകുട്ടികൾ. മക്കളെ പഠിക്കാൻ വിടണോ വേണ്ടേ? പഠിച്ചില്ലെങ്കിലും പ്രശ്നം, പഠിച്ചാലും പ്രശ്നം. വിശ്വസിച്ച് പെൺകുട്ടികളെ വിട്ടാൽ കിട്ടുമെന്ന് ഉറപ്പില്ല. +2 കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ്ങിനോ അല്ലെങ്കിൽ മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ എടുക്കാൻ നമ്മുടെ കുട്ടികളെ പുറത്തേക്ക് വിടുമ്പോൾ രക്ഷിതാക്കളുടെ നെഞ്ച് ഇടിക്കുകയാണ്. റബ്ബേ, എൻ്റെ മോൾ, എൻ്റെ മോൻ. ഈരാറ്റുപേട്ടയിൽ നിന്നും, കോട്ടയം ജില്ലയിൽ ഞാൻ താമസിക്കുന്ന ഈരാറ്റുപേട്ടയിൽ നിന്നും 5 കിലോമീറ്റർ അപ്പുറത്ത് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്. പൂഞ്ഞാർ എന്നാണ് സ്ഥലത്തിന്റെ പേര്. 2 മാസം മുമ്പ് അവിടെ ഒരു ആത്മഹത്യ നടന്നു. എന്തായിരുന്നു ആ കൊച്ചിന്റെ പേര്? ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് സ്വദേശിയാണ്. ബാപ്പ ഗൾഫിൽ. എൻ്റെ മകൻ ഷമ്മാസ് പഠിക്കുന്ന അതേ ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ ക്ലാസ്മേറ്റിന്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റ് ആയിട്ട് ഈ പെൺകുട്ടി ജീവിക്കുകയായിരുന്നു. ഈ പെണ്ണിന്റെ ബിടെക്കിന് പഠിക്കുന്ന ഈ കുട്ടിയുടെ ക്ലാസ്സിലെ കൊല്ലംകാരനായ മറ്റൊരു മുസ്ലിം ചെറുപ്പക്കാരനുമായി ഈ പെണ്ണ് പ്രേമത്തിലായി. ഒരു ദിവസം ഇയാൾ സന്ദർശിക്കാൻ വന്നു താമസിക്കുന്ന വീട്ടിൽ. സംസാരിച്ചു കഴിഞ്ഞ് ഓടിപ്പോയി 2ാം നിലയിലെ റൂമിൽ ആ പെണ്ണ് വാതിൽ കുറ്റിയടച്ചു. ബിടെക്കുകാരിയല്ലേ, ചില കൃത്രിമങ്ങളൊക്കെ മൊബൈൽ കാണിച്ചു. എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു? പെട്ടെന്നൊന്നും അതിനുള്ള കോഡ് നമ്പറൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടങ്ങ് റാഹത്തായിട്ട് മഗ്‌രിബ് നിസ്കരിച്ചു. എന്നിട്ടങ്ങ് റാഹത്തായിട്ടങ്ങ് ഫാനിൽ കെട്ടിത്തൂങ്ങി. ചത്തെന്ന് പറ. എന്താ, ചാകാനാ പഠിക്കാൻ വിടുന്നത്? പഠിക്കാൻ വിടുന്ന പ്രേമിക്കാനാ ആണോ? സുഹൃത്തുക്കളെ, രാത്രി എറണാകുളത്ത് നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സിൽ യാത്ര ചെയ്യാൻ കൊള്ളുമോ? ഇപ്പോൾ നമ്മുടെ ട്രെയിനിലെ ബാത്റൂമുകളിൽ ഒന്ന് ആ പരിസരത്തേക്ക് ഒന്ന് ഇങ്ങനെ നോക്കാൻ പറ്റുമോ? പ്ലീസ് കോൾ മീ, എന്നെ വിളിക്കുക. നമ്പർ എഴുതി വെച്ചിരിക്കുക. വൃത്തികെട്ട ചിത്രങ്ങൾ കുട്ടികൾ എഴുതി വെച്ചിരിക്കുന്നു. KSRTCയുടെ പബ്ലിക് ബാത്റൂമിൽ നമുക്ക് കടക്കാൻ കൊള്ളുമോ ഇന്ന്? എങ്ങോട്ടാ ലോകം പോകുന്നത്? ഇതെല്ലാം കണ്ടിട്ട് മൗനം ദീക്ഷിക്കുക വേണ്ടത് ആണോ? പ്രവാചകൻ പറഞ്ഞു, മൗനം ദീക്ഷിക്കരുത്, പ്രതികരിക്കണം. മൻ റആ മിൻകും മുൻകറൻ, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തിന്മ കണ്ടാൽ ഫൽയുഗയ്യിർഹു ബിയദി, കൈകൊണ്ട് പ്രതികരിക്കട്ടെ, കൈകൊണ്ട് ചോദ്യം ചെയ്യട്ടെ. ഫമല്ലം യസ്തതി, അവൻ അതിന് കഴിയില്ലെങ്കിൽ ഫബിലിസാനിഹി, നാവുകൊണ്ട് എതിർക്കട്ടെ. ഫഇല്ലം യസ്തതി, നാവുകൊണ്ട് എതിർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഫബിഖൽബിഹി, അവന്റെ ഹൃദയം കൊണ്ട് അവൻ വെറുക്കട്ടെ. വദാലിക അളഅഫുൽ ഈമാൻ, അത് ഈമാനിന്റെ വിശ്വാസത്തിന്റെ താഴ്ന്ന പടിയാണ്. തെറ്റ് കണ്ടാൽ സുഹൃത്തുക്കളെ കൈകൊണ്ട് അതിനെ തടയണം. പറ്റില്ലേ നാവ് കൊണ്ട് തടയണം. പറ്റില്ലേ ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കണം. കാരണം സമൂഹം അപകടത്തിലേക്കാണ് പോകുന്നത്. നോക്കൂ, കേരള DGP പറയുകയാണ്, കുട്ടികൾ ദിവസവും പുറത്തു പോകുന്നതും തിരികെ വീട്ടിൽ എത്തുന്നതും യഥാസമയം ആണ് എന്ന് ഉറപ്പുവരുത്തണം. പറ്റുമോ? ചില നിർദ്ദേശങ്ങളാണ്. കുട്ടികൾ പുറത്തു പോകുന്നതും തിരികെ വരുന്നതും യഥാസമയത്താണെന്ന് ഉറപ്പുവരുത്തണം. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കാതിരിക്കുക. ഷമ്മാസ് മൗലവി അല്ല പറഞ്ഞത്, കേരള DGP ആ പറഞ്ഞത്. കുട്ടികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഇത് മൊബൈൽ ഫോൺ അല്ലല്ലോ, അതിനകത്ത് ക്യാമറ ഒന്നല്ല, ക്യാമറ 2 ക്യാമറ.
മുമ്പിൽ എടുക്കാം ഫോട്ടോ, പുറകിൽ നിന്നും എടുക്കാം ഫോട്ടോ. ഇന്നത്തെ പത്രം കണ്ടോ നിങ്ങൾ? കാതർക്കാട് വീട്ടിൽ മാതൃഭൂമിയാ. ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണിനെ പീഡിപ്പിക്കുന്നത് മൊബൈലിൽ ഫോട്ടോ എടുത്തിട്ട് സുഹൃത്തുക്കളെ ഇന്റർനെറ്റിൽ വിട്ടിരിക്കുന്നു. എല്ലാവർക്കും വേണ്ടത് പെണ്ണിന്റെ നഗ്നതയാണ്. സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് സ്വർഗത്തിലും നടന്നത്. ഹസറത്ത് ആദം, ഹസറത്ത് ഹവ്വ ദമ്പതികൾ സന്തോഷത്തോടെ, നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ തറവാടാകുന്ന സ്വർഗത്തിൽ സന്തോഷത്തോടെ ജീവിക്കുകയാണ്. അപ്പോഴാണ് ഇബ്ലീസ് കുതന്ത്രവുമായി അവിടെ എത്തിയത്. ഖുർആനിലേക്ക് പോകാം, സൂറത്തുൽ അറാഫ്. യാ ബനീ ആദം ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്നഹ് യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ. പരിശുദ്ധ ഖുർആൻ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഏ മനുഷ്യ മക്കളെ, യാ ബനീ ആദം, ആദമിന്റെ സന്തതികളെ, ലാ യഫ്തിനന്നകുമുശ് ശൈത്വാൻ, പിശാച് നിങ്ങളെ നശിപ്പിക്കാതിരിക്കട്ടെ, ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയതുപോലെ, യൻസിഉ അൻഹുമാ ലിബാസഹുമാ, വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതിന്റെ പേരിൽ ആ സ്വർഗീയ ഉടയാടകൾ ഉരിഞ്ഞുപോയി. അതിന് പ്രചോദനം ഇബ്ലീസായിരുന്നു. വിലക്കപ്പെട്ട പഴം തിന്നു, അങ്ങനെ സ്വർഗത്തിലെ പട്ടുകൾ, ഉടയാടകൾ ഉരിഞ്ഞുപോയി. ലിയുരിയഹുമാ സൗആതിഹിമാ, അവരിരുവരെയും നഗ്നത കാണിക്കുന്നതിന് വേണ്ടി ഇബ്ലീസാണ് പ്രചോദനം നൽകിയത്. ഉടുത്തിരുന്ന വസ്ത്രം ഉരിഞ്ഞുപോയി. അള്ളാഹു പറഞ്ഞിരുന്നു, ആ മരത്തോട് അടുക്കരുത്, പഴം തിന്നരുത്. തിന്നു, വസ്ത്രം അങ്ങ് ഉരിഞ്ഞുപോയി. പിന്നെ എന്ത് ചെയ്തു? ഫതഫിഖാ യഖ്സിഫാനി അലൈഹിമാ മിൻ വറഖിൽ ജന്ന, സ്വർഗത്തിൽ കണ്ട ഇല പറിച്ചു. എന്നിട്ട് രണ്ടുപേരും ഔറത്ത് മൂടി, ഇല പറിച്ച് പൊത്തി വെച്ചിട്ട് നാണം മറച്ചു. ആര്? ആദമും ഹവ്വയും. ഇബ്ലീസ് കിട്ടിയ അവസരം വിനിയോഗിച്ചു. ഖുർആൻ സൂറത്തുൽ അറാഫ്. ഇത് തന്നെയാണ് ഇപ്പൊ ഈ ഹോട്ടലിൽ ഒളി ക്യാമറ വെക്കുന്നതും. അഖിൽ ജോസ് അതെങ്ങാനും ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ നമ്മുടെ മീഡിയ ശരിക്കും ഒന്ന് ആഘോഷിച്ചേനെ, അല്ലേ? ഈ അഖിൽ ജോസ് ഈ കോഴിക്കോട് പട്ടണത്തിലെ ഏറ്റവും പ്രമുഖമായ ഹോട്ടലിൽ പെൺകുട്ടികൾ മാത്രം കിടക്കുന്ന ബാത്റൂമിൽ ഒളി ക്യാമറ വെച്ചത് ഒരു അബ്ദുറഹ്മാനോ അബ്ദുൽ ഖാദറോ ആയിരുന്നെങ്കിൽ പിന്നെ ഇവിടെ മാധ്യമങ്ങൾ ഇവിടെ നമ്മളെ ജീവിപ്പിക്കുമോ? ഒരു അഖിൽ ജോസ് ആയത് നമ്മുടെ ഭാഗ്യം, അല്ലേ? കാരണം നമ്മൾ ടെററിസ്റ്റുകളും തീവ്രവാദികളും ഭീകരവാദികളും നമുക്കെത്ര പേരുകളാ, അല്ലേ? അതുകൊണ്ട് DGP പറയുന്നു, മക്കൾക്ക് മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാതിരിക്കുക. ഇതേ പറയുകയാണ്, നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. എൻ്റെ പൊന്ന് ഹാഫിള് മുഹമ്മദ് അലി ഉസ്താദ്, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ മോനിക്ക് ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നത് എന്താ? എന്ത് 70? 170? ഒന്ന് പറ ഉസ്താദ്. ഈ ഉസ്താദിന് മൊബൈലിന്റെ എല്ലാ ഹിക്മത്തും അറിയാം. ഒന്ന് പറ. N70? അതൊന്നും സെറ്റല്ല. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കുട്ടികളുടെ കയ്യിലൊക്കെ മൊബൈലാണ് ഇപ്പോൾ. പിന്നെ DGP വെറുതെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മൊബൈൽ വാങ്ങിച്ചു കൊടുക്കരുത് കേട്ടോ. പിന്നെ അങ്ങോട്ട് കുറേ നിർദ്ദേശങ്ങൾ പറയുകയാ. DGP പറഞ്ഞ ഒരു പ്രസ്താവന എനിക്കിഷ്ടപ്പെട്ടു. കുട്ടികളുമായി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, കുട്ടികൾക്ക് സ്നേഹം കൊടുക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, 10 വയസ്സ് മുതൽ അല്ലെങ്കിൽ 9 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ആൺകുട്ടികൾ ഒരു വല്ലാത്ത ലോകത്താണെന്നാണ് പറയുന്നത്. ഏറ്റവും കുസൃതി, ഏറ്റവും ഏതെല്ലാം അനാശാസ്യമുണ്ടോ അതൊക്കെ ഈ സമയത്താണ് കുട്ടികളിലേക്ക് വരിക. ആ സമയത്ത് ഒരിക്കലും പിതാവും പ്രിയപ്പെട്ട ഉമ്മയും കുട്ടികളിൽ നിന്ന് അകന്നു പോകരുത്. ആ സമയത്ത് സ്നേഹം കൊടുക്കണം, മക്കളെ ഉപദേശിക്കണം. അല്ലാഹു തആല നമ്മുടെ കുഞ്ഞുങ്ങളെ നല്ല മക്കളാക്കി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ വിഷയം ഇന്ന് തിരഞ്ഞെടുക്കാൻ കാരണമുണ്ട്. കാലഘട്ടം, ഇന്നലെ നമ്മുടെ അഹമ്മദ് സാഹ് പറഞ്ഞ പോലെ ആഖിർ സമാന്റെ മക്കൾ, അതൊരു പുതിയ ഡയലോഗാ. ആഖിർ സമാന്റെ മക്കൾ, കാരണവന്മാർ പറയുന്ന വാക്കാണത്. ഈ മക്കൾ ഒരിക്കലും കഞ്ചാവിനും ഒരിക്കലും മദിരാശിക്കും അഡിക്റ്റ് ആവരുത്. ആദർശ പ്രബുദ്ധതയുള്ള പടയാളികളായി മാറണം. അല്ലാഹു തആല നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇമാം ബുഖാരി
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ പറഞ്ഞ ഒരു ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എത്ര പ്രസക്തമാണ് നിങ്ങൾ നോക്കൂ. നബി തിരുമേനി നമുക്ക് നൽകിയ ഉപദേശം ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഉദാഹരണം സമർപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നുഅ്മാൻ ഇബ്നു ബഷീർ എന്ന സഹാബി റിപ്പോർട്ട് ചെയ്യുകയാണ്, പ്രവാചകൻ പറഞ്ഞു, ഇന്ന് അധാർമികതയിലേക്ക്, സാംസ്കാരിക ച്യുതിയിലേക്ക്, അധർമ്മത്തിലേക്ക് പോകുന്ന സമൂഹത്തിന്റെ ഉദാഹരണം മസലുൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ആ നിയമങ്ങളെ പിച്ച് ചീന്തുകയും ചെയ്യുന്ന സമൂഹം ഇവിടെയുണ്ട്. പരിധി ലംഘിക്കുന്നവർ ഇവിടെയുണ്ട്. അവരുടെ ഉദാഹരണം കപ്പൽ യാത്രയ്ക്ക് വേണ്ടി നറുക്കിട്ടവരെ പോലെയാണ്. കുറെ യാത്രക്കാർ അവർ കപ്പലിന്റെ അടുത്ത് വന്നു. കപ്പലിന്റെ അടുത്ത് വന്നപ്പോ നറുക്കെടുപ്പ്. എന്താ നറുക്കെടുപ്പ്? 2 തട്ടുള്ള കപ്പൽ, 2 നിലകളുള്ള കപ്പൽ. അടിത്തട്ട് വേണോ മുകൾ തട്ട് വേണോ? നറുക്കിട്ടു. മുത്തുനബി പറയുകയാണ്, ആ കപ്പലിൽ യാത്ര ചെയ്യേണ്ട യാത്രക്കാർ നറുക്കെടുപ്പ് നടത്തിയപ്പോൾ ചില യാത്രക്കാർക്ക് മുകൾ തട്ട് കിട്ടി, ചില യാത്രക്കാർക്ക് താഴെ തട്ടും കിട്ടി. അങ്ങനെ കപ്പൽ സുഗമമായി മുന്നോട്ട് പോകുമ്പോൾ മുത്തുനബി പറയുകയാണ്, കപ്പൽ മുന്നോട്ട് പോയപ്പോൾ താഴെ തട്ടിലുള്ള ആളുകൾക്ക് ഇദസ്തഖൗ, ശുദ്ധമായ വെള്ളത്തിന് ആവശ്യം വന്നു, കുടിനീരിന് ആവശ്യം വന്നു. അപ്പോൾ അവർ മേലെ തട്ടിലേക്ക് കടക്കേണ്ടി വന്നു. മർറു അലാ മൻ ഫൗകഹും, മുകൾ തട്ടിലേക്ക് കടക്കേണ്ടി വന്നു. അവർക്ക് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ട് വരുന്ന സാഹചര്യം വന്നപ്പോൾ താഴെ തട്ടിലുള്ളവർ പറഞ്ഞു, ലൗ അന്നാ ഖറഖ്നാ ഫീ നസീബിനാ ഖർഖാ, നമുക്ക് താഴെ തട്ടിലുള്ളവർക്ക് ഈ കപ്പലിന്റെ അടിത്തട്ടിൽ പലക ഇളക്കിക്കൊണ്ട് ഒരു ദ്വാരം സൃഷ്ടിക്കാം, ഒന്ന് കീറാം, ഒരു പൊത്തുണ്ടാക്കാം, ഒരു മാള ഉണ്ടാക്കാം, നമുക്കിഷ്ടം പോലെ ആവശ്യത്തിന് വെള്ളമെടുക്കാമല്ലോ. താഴെ തട്ടിലുള്ള ആളുകൾ ചിന്തിച്ചു, എന്തിനായി മോൾ തട്ടിൽ ചെന്ന് മോളിലുള്ളവരെ വിഷമിപ്പിക്കുന്നത്? നമുക്ക് താഴെ ഈ കപ്പലിന് ചെറിയ ഒരു ദ്വാരം, ഇവിടെ എന്താ പറയാ, ദ്വാരം എന്നാ പറയാ, എന്താ പറയാ, ദ്വാരം എന്ന് പറയുമല്ലോ, പൊത്തെന്ന് പറയോ? അത് മറ്റേ എലിപ്പൊത്ത അല്ലേ? ദ്വാരം. ദ്വാരം ഉണ്ടാക്കിയാൽ നമുക്ക് ഈ മുകളിൽ തട്ടുകാരെ വിഷമിപ്പിക്കണ്ടല്ലോ. അവരെങ്ങാനും ദ്വാരം ഉണ്ടാക്കിയാലുള്ള അവസ്ഥ എന്തായിരിക്കും? മുങ്ങുവോ? ആര് പറഞ്ഞു മുങ്ങുന്നത്? ഇപ്പൊ ഇവിടെ ദ്വാരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. എവിടെയാ ദ്വാരം ഉണ്ടാക്കിയത്? ബാത്റൂമിന്റെ മുകളിൽ സുഹൃത്തുക്കളെ ഒളിക്യാമറ വെക്കാൻ പൊത്തുണ്ടാക്കിയിട്ട് അതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോഴാ ഒരു പെൺകുട്ടി കണ്ടത്, എടാ അപകടകരമാണ്. ഇപ്പൊ ദ്വാരം ഉണ്ടായിക്കൊണ്ടിരിക്കുക, സമൂഹം മുങ്ങിക്കൊണ്ടിരിക്കുക അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, നോക്കണം, എത്ര അർത്ഥവത്തായ ഒരു ഉദാഹരണമാണ്, മസലാണിത്. നബി തിരുമേനി പറഞ്ഞു, വഇൻ തറകൂഹും വമാ അറാദു ഹലകൂ ജമീആ, അവർ ചെയ്യാൻ ഉദ്ദേശിച്ചതും ചെയ്യാൻ പോകുന്നതും അങ്ങനെ അങ്ങ് വിട്ടാൽ ആ കപ്പലുകാർ മുഴുവനും ഹലാക്കാകും, നശിച്ചു പോകും. വഇൻ അഖദു അലാ ഐദീഹിം, ആരെങ്കിലും അവരുടെ കയ്യിൽ കയറി പിടിച്ചാൽ നജൗ വനജൗ ജമീആ, ആ പിടിച്ചവരും രക്ഷപ്പെടും. കപ്പലിൽ യാത്ര ചെയ്യുന്ന 2 തട്ടിൽ ഉള്ളവരും രക്ഷപ്പെടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ കപ്പല് ദ്വാരവിടാൻ മുന്നോട്ട് വന്നാൽ അവരും ചാകും, കപ്പലുകാരും നശിച്ചു പോകും. അവർ കയ്യിൽ പിടിച്ചാൽ കൊണ്ടോ ഒരു മുൻകർ കണ്ടു, ഒരു തിന്മ കണ്ടു, കൈ കൊണ്ട് തടഞ്ഞു, കൈ കൊണ്ട് തടയണം, ഇല്ലെങ്കിൽ അവരെല്ലാവരും മുങ്ങിച്ചാകും. തടഞ്ഞാൽ നജൗ ജമീആ. റവാഹുൽ ബുഖാരി. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഇന്നത്തെ സമൂഹം മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലാണ്. നമുക്ക് ഈ സമൂഹത്തെ രക്ഷിക്കാൻ പറ്റുമോ? പറ്റണം. ആർക്ക് പറ്റും? ധാർമ്മിക മൂല്യങ്ങളെ സ്നേഹിക്കുന്ന ഒരു സമൂഹത്തിന് പറ്റും. അതുകൊണ്ടാണ് ഖുർആൻ നിങ്ങൾ ഉത്തമ സമുദായം, നിങ്ങൾ മധ്യമ സമുദായം, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത, സൂറത്തുൽ ബഖറ. നിങ്ങൾ തീവ്രവാദികളല്ല, നിങ്ങൾ ഭീകരവാദികളുമല്ല, നിങ്ങൾ മധ്യമ സമുദായം.
കുന്തും ഖൈറ ഉമ്മത്തിൻ, നിങ്ങൾ ഉത്കൃഷ്ട സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ധാരാളം ജനപദങ്ങൾ ഈ ഭൂമുഖത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത്തരക്കാരല്ല നിങ്ങൾ. ഈ ജനങ്ങൾക്ക് വേണ്ടി, സമകാലീന സമൂഹത്തിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരിനിയും ജീവിക്കാൻ വേണ്ടി അവരിലേക്ക് നിയോഗിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഉഖ്രിജത്ത് ലിന്നാസ്, അതിന്റെ തഫ്സീർ എന്താണെന്നറിയാൻ ഞാൻ കഴിഞ്ഞ ദിവസം ഇബ്നു കസീർ എടുത്തു നോക്കിയപ്പോൾ നല്ല വ്യാഖ്യാനമാണ് അവിടെ പറയുന്നത്. സുഹൃത്തുക്കളെ, മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സമകാലീന സമൂഹത്തിന് എന്തെല്ലാം നന്മകൾ ചെയ്യാൻ സാധിക്കുവോ ആ നന്മ മുഴുവനും ചെയ്യുന്ന ഒരു സമൂഹമാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ഉത്കൃഷ്ട സമുദായമായി മാറിയത്. ഉഖ്രിജത്ത് ലിന്നാസ്, മറ്റുള്ളവരുടെ നന്മ പറ്റാനല്ല, ഇവിടെ നന്മ നാം ഒരുക്കുകയും വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്യണം. ചരിത്രം മാത്രം പറഞ്ഞ് സുഹൃത്തുക്കളെ ജീവിക്കേണ്ടവരല്ല, ചരിത്രം സൃഷ്ടിക്കേണ്ടവരാണ് ഇവിടെ. നോക്കൂ, ഫിലിപ്പ് കെ ഹിറ്റി ദി ഹിസ്റ്ററി ഓഫ് ദ അറബ്സ് എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്നവർ ആ പുസ്തകം വാങ്ങിച്ച് വായിക്കുക. ഫിലിപ്പ് കെ ഹിറ്റി അദ്ദേഹം പറയുന്നുണ്ട്, യൂറോപ്പിന് നവോത്ഥാനത്തിന്റെ വെളിച്ചം പ്രദാനം ചെയ്തത് അബ്ബാസിയ കാലഘട്ടവും സ്പെയിനിലെ മുസ്ലിങ്ങളുമാണ്. മഹാനായ ഹാറൂൺ റഷീദ് ചക്രവർത്തി, അദ്ദേഹത്തിന്റെ പുത്രൻ മഅ്മൂൻ, അള്ളാഹു രണ്ടുപേരെയും പൊരുത്തപ്പെടട്ടെ, അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അബ്ബാസിയ കാലഘട്ടം 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ, 8-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ബഗ്ദാദ് പട്ടണം നിങ്ങൾക്കറിയുമോ? യൂണിവേഴ്സിറ്റികൾ, ബൈത്തുൽ ഹിക്മ, ജ്ഞാനാലയം സ്ഥാപിച്ചു, യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു, കുളിറൂമുകളും ബാത്റൂമുകളും സ്ഥാപിച്ചു, മാലിന്യമുക്തമായ സിറ്റി. ഏത് പട്ടണമാ? സദ്ദാം ഹുസൈന്റെ പട്ടണം ബഗ്ദാദ്. ബാഗേദാദ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. എവിടെ നോക്കിയാലും ഗ്രീനറി, എവിടെ നോക്കിയാലും പച്ചപ്പ്. ബാഗേദാദ്, ഉദ്യാന നഗരം. ആ നഗരത്തെയാണ് ജോർജ് ബുഷ് എന്ന മനുഷ്യ അധമൻ കശക്കി എറിഞ്ഞത്. ചരിത്രം ഒരിക്കലും ജോർജ് ബുഷിന് മാപ്പ് കൊടുക്കില്ല. സീനിയർ ജോർജ് ബുഷ് 2 ടേമാണ് അമേരിക്ക ഭരിച്ചത്. ആ നാടിനെയും കുട്ടിച്ചോറാക്കി. സുഹൃത്തുക്കളെ, അമേരിക്ക ഇപ്പൊ നിങ്ങൾ എഴുതി വെച്ചോ, 2010 ഇത്, 2011 കടക്കുന്നു. നിങ്ങൾ എഴുതി വെച്ചോ, 2025 അമേരിക്ക മുങ്ങുന്ന കപ്പലായിരിക്കും. ഇപ്പൊ തന്നെ ഡോളർ അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. യൂറോ, അതിന്റെ വാല്യൂ ലോകത്ത് കയറിക്കൊണ്ടിരിക്കുകയാ. 100 കണക്കിന് അമേരിക്കൻ പട്ടാളത്തിന്റെ ശവമഞ്ചം വഹിക്കുന്ന പെട്ടികളാണ് അമേരിക്കയിലേക്ക് പോകുന്നത്, അഫ്ഗാനിൽ നിന്നും പാകിസ്ഥാന്റെ അതിർത്തികളിൽ നിന്നും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, യൂറോപ്പിന് നവോത്ഥാനത്തിന്റെ വെളിച്ചം കൊടുത്തത് മുസ്ലിമീങ്ങളാണ്. ബഗ്ദാദ് പട്ടണമാണ് അതിന് കാരണം. മഅ്മൂൻ സ്ഥാപിച്ച ബൈത്തുൽ ഹിക്മ ഏതുവരെ നീണ്ടുനിന്നു? 4 നൂറ്റാണ്ട് കാലം. അബ്ബാസിയ ഭരണകാലം, മുസ്ലിം സ്പെയിൻ. ഒന്ന് പഠിച്ചു നോക്കൂ ചരിത്രം. യൂറോപ്യർ കടൽ തീരത്തുകൂടി സഹോദരന്മാരെ കക്ക പറിച്ചു നടന്നുകൊണ്ടിരുന്ന സമൂഹം. മീൻ പിറക്കി, കക്ക പിറക്കി, ചെമ്മീൻ പിറക്കി നടന്നിരുന്ന യൂറോപ്യർക്ക് ടെക്നോളജിയും സയൻസും പഠിപ്പിച്ചു കൊടുത്തത് ഈ സമുദായമാണ്. അവർക്കതിന് പ്രചോദനം ഖുർആനാണ്, അവർക്കതിന് പ്രചോദനം മുത്തുനബിയുടെ ഹദീസാണ്. നബി തിരുമേനി പറഞ്ഞു, അൽ ഹിക്മത്തു ളല്ലത്തുൽ മുഅ്മിൻ, വിജ്ഞാനം സത്യവിശ്വാസിയുടെ നഷ്ടപ്പെട്ടു പോയ സ്വത്താണ്. അതെവിടെ കണ്ടാലും നിങ്ങൾ കരഗതമാക്കണം. അൽ ഹിക്മത്തു ളല്ലത്തുൽ മുഅ്മിനി, വിജ്ഞാനം മുഅ്മിനിന്റെ കളഞ്ഞുപോയ സ്വത്താണ്, അത് ആർജിച്ചെടുക്കണം. പ്രവാചകൻ പ്രചോദനം കൊടുത്തു. നോക്കൂ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹദീസാണ്. ആ ഹദീസ് എവിടെയാണ് എന്ന് ഞാൻ പരതി നടക്കുമ്പോൾ 2 വർഷം മുമ്പ് ഖത്തറിൽ ചെന്നു. ഞാൻ ഖത്തറിൽ ചെന്നപ്പോൾ എനിക്കൊരാഗ്രഹം. ഇന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഖർലാവി. അദ്ദേഹത്തെ കാണാൻ ഞാൻ ആ പള്ളിയിൽ ചെന്നു. തറാവീഹ് നമസ്കാരം കഴിഞ്ഞു. അദ്ദേഹത്തെ പരിചയപ്പെട്ടു. അദ്ദേഹം എഴുതിയ ഒരു ഗ്രന്ഥത്തിൽ ഈ ഹദീസിന്റെ മമ്പ എനിക്ക് കിട്ടി. ഖത്തറിൽ നിന്നാണ് ആ ഗ്രന്ഥം എനിക്ക് കിട്ടിയത്. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ, നിങ്ങൾ ഉത്ലുബുൽ ഇൽമ, ഇൽമ തേടണം, വിജ്ഞാനം തേടണം. ചൈനയിൽ ചെന്നിട്ടെങ്കിലും ഇൽമ പഠിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ഉത്ലുബുൽ ഇൽമ വലൗ ബിസ്സീൻ.
സുഹൃത്തുക്കളെ, ഇത് ലഈഫായ കെട്ടി നിർമ്മിക്കപ്പെട്ട മൗലൂആയ ഹദീസല്ല, നബി തിരുമേനി പറഞ്ഞ വാക്കാണ്. നിങ്ങൾ ചൈനയിൽ ചെന്നെങ്കിലും ഇൽമു പഠിക്കണം. ഇതുപോലുള്ള ഹദീസുകളാണ് ഈ സമൂഹത്തെ വിജ്ഞാനം സമ്പാദിക്കാൻ പ്രചോദനം നൽകിയത്. മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം എത്തിപ്പെട്ടോ അവിടെയൊക്കെ യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചു, ലൈബ്രറികൾ സ്ഥാപിച്ചു. നോക്കൂ, മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയിൽ വന്നു, അവരിവിടെയും നിർമ്മിച്ചില്ലേ? എന്തൊക്കെ നിർമ്മിച്ചു? ലാൽ കില, ചെങ്കോട്ട. നൂറ്റാണ്ടുകളായി നമ്മുടെ പ്രധാനമന്ത്രിമാർ ത്രിവർണ പതാക പൊക്കുന്നത്, നെഹ്റുജിയും ഇന്ദിരാജിയും സുഹൃത്തുക്കളെ ശേഷം വന്ന ഇപ്പോഴത്തെ മൻമോഹൻ സിംഗും എല്ലാവരും പതാക ഉയർത്തുന്നത് മുസൽമാൻ നമ്മുടെ രാജ്യത്തിന് കാഴ്ചവെച്ച ചെങ്കോട്ടയുടെ മുകളിൽ നിന്നാണ്. ആരാണിത് പണിതത്? മുഗൾ ചക്രവർത്തിമാരാണ്. ആരാണ് ഡൽഹി ജുമാ മസ്ജിദ് പണിതത്? ആരാണ് സിക്രി പണിതത്? ആരാണ് കുത്തബ് മിനാർ പണിതത്? ആരാണ് ഹൈദരാബാദിലെ ചാർമിനാർ പണിതത്? മുസ്ലിമീങ്ങൾ എവിടെയെല്ലാം ചെന്നോ അവിടെയൊക്കെ ലോക ജനതയ്ക്ക് നന്മ പകരുന്ന കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ നാം ഇന്ന് ഏറ്റവും പിന്നിലാണ്. പോരാ, മുന്നോട്ട് വരണം. ഒരു വിദ്യാഭ്യാസ വിപ്ലവം സൃഷ്ടിച്ച് മുന്നോട്ട് വരണം. ഇന്ന് അതിൻ്റെ അങ്കലാപ്പാണ് സമൂഹത്തിന്. എവിടെ ചെന്നാലും, ഏത് കോളേജിൽ ചെന്നാലും, ഏത് കോഴ്സിൽ ചെന്നാലും മുസ്ലിമീങ്ങളെ കാണുന്നു. നോക്കൂ, കോട്ടയം മെഡിക്കൽ കോളേജിൽ 100 പെൺകുട്ടികൾ മെഡിസിന് പഠിക്കുന്നു. 100 പെൺകുട്ടികളും മഫ്ത ധരിച്ചാണ് ക്ലാസ്സിൽ പോകുന്നത്. എന്തൊരു അന്തസ്സാണ് കാണാൻ. നോക്കൂ, കായംകുളം തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എഞ്ചിനീയറിംഗ് കോളേജിൽ എല്ലാ വർഷവും 200 കുട്ടികൾ എഞ്ചിനീയർമാരായി പുറത്തേക്ക് വരുന്നു. ഈ സമുദായത്തിലെ മിടുക്കികൾ ഫർദ ധരിച്ചാണ് എഞ്ചിനീയർമാരായി പുറത്തു വരുന്നത്. ആർക്കാണ് അന്തസ്സ് തോന്നാതിരിക്കുക? കുറ്റിപ്പുറം MES കോളേജിൽ നിന്ന് എല്ലാ വർഷവും സുഹൃത്തുക്കളെ മുസ്ലിം കുട്ടികൾ ഡിഗ്രി പഠിച്ചിറങ്ങുന്നു. മുസ്ലിമീങ്ങൾ മുന്നേറണം. അതുകൊണ്ടാണ് മുന്നേറുക മാത്രമല്ല, നാം സ്വയം നന്നായാൽ പോരാ, മറ്റുള്ളവർക്ക് വെളിച്ചം നൽകുന്നവരായി മാറണം. മറ്റുള്ളവർക്ക് നാം ബോധവൽക്കരണം നടത്തണം. അധർമ്മത്തിനെതിരെ, സാംസ്കാരിക ച്യുതിക്കെതിരെ. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും പെണ്ണിന്റെ നഗ്നത പിച്ചു ചീന്താൻ അനുവദിക്കരുത്. പെണ്ണ് കേവലം ഉപഭോഗ വസ്തുവല്ല എന്ന് നാം സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അശ്ലീലക്കെതിരെ പടവാളെന്തണം നമ്മൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി പുറപ്പെടുവിക്കപ്പെട്ട ഉത്കൃഷ്ട സമുദായമാണ് നിങ്ങൾ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. വതൻഹൗന അനിൽ മുങ്കർ, തെറ്റും തിന്മകളും നിങ്ങൾ വിരോധിക്കണം. വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ കറകളഞ്ഞ് വിശ്വസിക്കണം. വതുഅ്മിനൂന ബില്ലാഹ് ഉത്കൃഷ്ട സമുദായത്തിന്റെ ലക്ഷണമാണ്. ഒരിക്കലും അല്ലാഹുവിനോടൊപ്പം ആരെയും പങ്കു ചേർക്കരുത്, ശിർക്ക് വെക്കരുത്. അടിയുറച്ച വിശ്വാസം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, തന്റെ വിശ്വാസം പ്രഖ്യാപിച്ചത് ഖുർആനിൽ കാണാം. അല്ലാഹു തആല പടച്ചവൻ അടിയുറച്ച വിശ്വാസം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് ഉപദേശിച്ചതായിട്ട് ഖുർആനിൽ കാണാം. وَإِذْ قَالَ لُقْمَانُ لِابْنِهِ وَهُوَ يَعِظُهُ يَا بُنَيَّ لَا تُشْرِكْ بِاللَّهِ إِنَّ الشِّرْكَ لَظُلْمٌ عَظِيمٌ. ലുഖ്മാനുൽ ഹക്കീം തന്റെ മകനോട് അലൈഹിസ്സലാം ഉപദേശിച്ചു, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ അല്ലാഹുവിനോട് പങ്കു ചേർക്കരുത്. ഇന്ന ശിർക ലളുൽമുൻ അലീം, ശിർക്ക് കൊടിയ പാപമാണ്. അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടാകണം, ഈമാൻ. വലാ തഹിനൂ വലാ തഹ്സനൂ, നിങ്ങൾ ദുഃഖിക്കരുത്, നിങ്ങൾ വിഷമിക്കരുത്. വഅൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ഉന്നതർ. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങളാണ് വിശ്വാസികളെങ്കിൽ, നിങ്ങൾ കറകളഞ്ഞ ഈമാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഭൂമുഖത്ത് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല. ഖുർആൻ വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. അപ്പോൾ മുസ്ലിമീങ്ങൾ ആരാകണം? ഫലദായക വൃക്ഷമാകണം. പഴങ്ങൾ തിങ്ങി നിറഞ്ഞ, സമൂഹത്തിന് പഴം പ്രദാനം ചെയ്യുന്ന, എല്ലാ മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്ന മരമാകണം. അതേത് മരമാണ്? അല്ലാഹു തആല സൂറത്ത് ഇബ്രാഹിമിൽ
മുഅ്മിനീങ്ങളെ ഒരു മരത്തോട് ഉപമിച്ചിട്ടുണ്ട്. ഞാൻ ആ ആയത്തോതാം. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. നീ കണ്ടോ? അലം തറ കൈഫ ളറബല്ലാഹു, അല്ലാഹു ഉദാഹരിച്ചിരിക്കുന്നത് മസലൻ ത്വയ്യിബ, പരിശുദ്ധ വചനത്തെ ഉദാഹരിച്ചത് നീ കണ്ടോ? കശജറത്തിൻ ത്വയ്യിബ, പരിശുദ്ധ മരത്തോടാണ്. പരിശുദ്ധ വചനം ഏതാണ്? ഏതാണ് പരിശുദ്ധ വചനം? അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് തന്നെയാണ് കലിമത്തു ത്വയ്യിബ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസം നെഞ്ചത്ത് സൂക്ഷിക്കുന്നവനാണ് മുഅ്മിൻ, സത്യവിശ്വാസി. അല്ലേ? നമ്മുടെ ഉദാഹരണം അല്ലാഹു പറഞ്ഞു, കശജറത്തിൻ ത്വയ്യിബ, നിങ്ങൾ ഒരു പരിശുദ്ധ വൃക്ഷത്തെ പോലെയാണ്. അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. വഫർഉഹാ, അതിന്റെ ശാഖകൾ, അതിന്റെ ഇലകൾ ഫിസ്സമാ, വാനലോകത്ത് പടർന്നു നിൽക്കുന്നു. ഒരു ദിവസം, മക്കളെ ശ്രദ്ധിക്കണേ, ഒരു ദിവസം നബി തിരുമേനിയും സഹാബത്തും ഇരിക്കുന്ന സദസ്. അള്ളാഹുവിന്റെ റസൂൽ സദസ്സിനോട് പറഞ്ഞു, ഇന്നല്ലാഹ ലറബ മസല മുഅ്മിനിൻ കശജറത്തിൻ. സഹാബാക്കളെ, അല്ലാഹു തആല മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ ഒരു മരത്തോട് ഉപമിച്ചിരിക്കുന്നു. ഫഅഖ്ബിറൂനി മാ ഹിയ, അതേത് മരമാണെന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. അപ്പോൾ സഹാബാക്കൾ ഇങ്ങനെ ചിന്തിച്ചു, അതേത് മരവാ? അവരിങ്ങനെ അവരുടെ ചിന്ത ഇങ്ങനെ മരുഭൂമിയിലും അതുപോലെ തന്നെ പാറപ്പുറത്തും കുന്നുംപുറത്തും ഒക്കെ ചെന്നു. അതേത് മരവാ? സത്യവിശ്വാസിയും ആ മരവും ഒരുപോലെയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോ ആ സദസ്സിൽ ഒരു കൊച്ചു കുട്ടി ഉണ്ടായിരുന്നു, മഹാനായ ഉമറുൽ ഫാറൂഖിന്റെ പ്രിയപ്പെട്ട പുത്രൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. നമ്മളിപ്പോ ഇബ്നു ഉമർ പറഞ്ഞ ഒരു കാര്യം ഇവിടെ പറഞ്ഞില്ലേ? എന്താ? നന്മ കൽപ്പിച്ചില്ലെങ്കിൽ, തിന്മ വിരോധിച്ചില്ലെങ്കിൽ ദാബത്തുൽ അർള് പ്രത്യക്ഷപ്പെടും. അല്ലേ? സഹോദരങ്ങളെ, ഇബ്നു ഉമർ കൊച്ചുകുട്ടിയാണ്, സദസ്സിൽ ഇരിക്കുന്ന കൊച്ചുകുട്ടിയാ. ഇബ്നു ഉമർ തങ്ങൾക്ക് മനസ്സിലായി, ആ മരം ഏതാണെന്ന് മനസ്സിലായി. പക്ഷേ വലിയ സഹാബാക്കൾ ഇരിക്കുമ്പോ അവിടെ വെച്ച് പറഞ്ഞാൽ അദബ് കേടാകുമോ എന്ന് വിചാരിച്ചിട്ട് ഇബ്നു ഉമർ തങ്ങൾ അത് പറഞ്ഞില്ല. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അലാ വഹിയൻ നഖ്ല, അത് ഈന്തപ്പനയാണ്. ഏതാണ് ആ മരം? ഏതാണ് ആ മരം? ഈന്താപ്പനയല്ല, ഈന്തപ്പന. ഈന്തപ്പന. ഒരു മുസ്ലിം ഈന്തപ്പനയ്ക്ക് തുല്യമായിരിക്കണം. അസ്ലുഹാ സാബിതുൻ, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോയിരിക്കുന്നു. വഫർഉഹാ, അതിന്റെ കൊമ്പുകൾ ഫിസ്സമാ, വാനലോകത്ത് പടർന്നു നിൽക്കുകയാണ്. ഈ മരത്തിനൊരു പ്രത്യേകതയുണ്ട്, അതിന്റെ ഇലകൾ ഒരിക്കലും കൊഴിയാറില്ല. ഈന്തപ്പനയുടെ ഇല ഉണങ്ങി ഇങ്ങനെ വീണ് കിടക്കുമെന്നല്ലാതെ കൊഴിയുകയില്ല. പിന്നെ അതിനെ കട്ട് ചെയ്തെടുത്ത് കളയണം, മുറിച്ച് കളയണം. എന്നാൽ തെങ്ങിന്റെ മടല് ഉണങ്ങിയാൽ താഴെ വന്ന് വീഴും. വീഴൂലേ? വീഴൂലേ? കൗങ്ങിൻ്റെതും വീഴും. വീഴൂലേ? വീഴും. ഈന്തപ്പനയുടെ മടല് ഉണങ്ങിയാൽ വീഴൂല, ഒന്നിന്റെ മീതെ ഒന്നിങ്ങനെ വീണ് വീണ് കിടക്കും. ഈന്തപ്പന തോട്ടത്തിൽ ഈന്തപ്പന കയറിയ ആളുകളൊക്കെ ഗൾഫ് ഇവിടെ ഉണ്ടാവും, അല്ലേ? അപ്പൊ അതെന്ത് ചെയ്യും? മുറിച്ചു വിടും. അതേ ചവിട്ടി പിന്നെ മുകളിലോട്ട് കയറുക. ഈന്തപ്പന പോലെയാണ് മുഅ്മിൻ എന്ന് പറഞ്ഞത് ഖുർആനിൽ അല്ലാഹു പറയുന്നു. ഈന്തപ്പന സമൂഹത്തിന് നൽകുന്ന ഒരു പഴമുണ്ട്, അതാണ് ഈന്തപ്പഴം. തുഅതി ഉകുലഹാ കുല്ലഹീനിൻ ബിഇദ്നി റബ്ബിഹാ, അതിന്റെ ഫലം, കായഫലം, അതിന്റെ പഴം അത് സമൂഹത്തിന് നൽകുന്നു പടച്ചവന്റെ അനുമതിയോടെ. തുഅതി ഉകുലഹാ കുല്ലഹീനിൻ, എല്ലാ സമയത്തും. ഹീൻ എന്ന് പറഞ്ഞാൽ വഖ്ത് എന്നാണ് അതിന്റെ അർത്ഥം. ചെറിയ സമയത്തിനും വലിയ സമയത്തിനും ഹീൻ എന്ന് പറയും.
അപ്പോൾ അതിന്റെ പഴം സമൂഹത്തിന് എല്ലായ്പ്പോഴും കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇമാം ഖതാദ പറഞ്ഞു ഒരു കൊല്ലത്തിൽ കിട്ടുന്നു. സന, ഹീനിന് സന എന്നർത്ഥം പറഞ്ഞു. ഇമാം മുജാഹിദ് പറഞ്ഞു അതിന്റെ പഴം സിത്തത്ത് അശ്ഹുർ, ഹീൻ എന്നതിന് 6 മാസം എന്നർത്ഥം പറഞ്ഞു. അപ്പോൾ അതിന്റെ പഴം ഒരു ഈന്തപ്പന കൊലച്ചു കഴിഞ്ഞാൽ പഴുത്ത് പാകമായി സമൂഹത്തിന്റെ മാർക്കറ്റിലൂടെ വീട്ടിലെത്താൻ 6 മാസം എടുക്കും. ഈ വ്യാഖ്യാനം പറഞ്ഞത് ഇമാം മുജാഹിദാണ്. നോക്കൂ, ആ പഴം, ആ മരം സമൂഹം ആസ്വദിക്കുന്നു. കുല്ലഹീനിൻ, എല്ലായ്പ്പോഴും. ഹൈനിന് മറ്റൊരു മുഫസ്സിർ, റബി എന്ന മുഫസ്സിർ അർത്ഥം പറഞ്ഞത് രാവിലെയും വൈകിട്ടും. അറബികൾ എല്ലാ ദിവസവും രാവിലെ കഹ്വ കുടിക്കുമ്പോൾ ഈത്തപ്പഴവും തിന്നാറുണ്ട്, രാവിലെയും വൈകിട്ടും. അപ്പോ രാവിലെയും വൈകിട്ടും സമൂഹത്തിന് തണൽ നൽകുന്ന, സമൂഹത്തിന് മധുരം നൽകുന്ന ഈന്തപ്പനയായി ആര് മാറണം? ആര് മാറണം? മുസൽമാൻ മാറണം. മുസൽമാൻ ബോംബ് കൊണ്ടുപോയി വെച്ച് റെയിൽവേ സ്റ്റേഷനിലും വിമാനത്തിലും സോക്സിനകത്തുമാണ് ബോംബ് ഒളിപ്പിച്ചു വെച്ചത്, ഇല്ലേ? ഈ സോക്സിനകത്ത് ബോംബ് ഒളിപ്പിച്ചു വെച്ചതെങ്ങാനും ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ, നിങ്ങൾ പേപ്പറൊന്നും വായിക്കുന്നില്ലേ? നിങ്ങൾ TV ഒന്നും കാണുന്നില്ലേ? ഈയിടെ സോക്സിനകത്ത് ഒരാൾ ബോംബ് ഒളിപ്പിച്ചു വെച്ചത് പത്രം വായിച്ച അയാളുടെ പേരെന്താ? എന്താ അയാളുടെ പേര്? ഇപ്പൊ അതിനൊന്നും സമയമില്ല, ആരും വാർത്ത വായിക്കൂല, എല്ലാവർക്കും സിനിമ മതി. ഏത് സിനിമ? പ്രമാണി. മമ്മൂട്ടിക്കാടെ പ്രമാണിയും കണ്ടോണ്ടിരുന്നാ മതി, അല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മുസൽമാൻ ഒരിക്കലും ഭീകരനാകാൻ കഴിയില്ല. മക്കളെ, നിങ്ങൾ തീവ്രവാദത്തിലേക്ക് പോകരുത്. മക്കളെ, നിങ്ങൾ നിരപരാധികളെ കൊല്ലുന്ന ഭീകരവാദികളുമാകരുത്. നിങ്ങളാകണം രാവിലെയും വൈകിട്ടും സമൂഹത്തിന് വെളിച്ചം നൽകുന്ന, വെള്ളം നൽകുന്ന, ഫലം നൽകുന്ന ഒരു ഫലദായക വൃക്ഷമായി മാറണം. അള്ളാഹു പടച്ചോൻ തൗഫീക്ക് തരട്ടെ. പിന്നെ എന്തിനാണ് ഈ ഈമാൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബാ. വിശ്വാസം 70-ൽ പരം ശാഖയുള്ള ഒരു മരമാണ്. അഫ്ളലുഹാ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ വചനം ഉരുവിടലാണ്, അതനുസരിച്ച് ജീവിക്കലാണ്. ലാ ഇലാഹ നഫിയാണ്, ഇല്ലല്ലാഹ് മുസ്ബത്തുമാണ്. ലാ ഇലാഹ നിഷേധമാണ്, ഇല്ലല്ലാഹ് സ്ഥിരപ്പെടുത്തലാണ്. ലാ ഇലാഹ ആരാധ്യനേ ഇല്ല ഇല്ലല്ലാഹ്. ഹൃദയത്തെ ആദ്യം കാലിയാക്കണം. ലാ ഇലാഹ, ഇലാഹേ ഇല്ല, എല്ലാ ദൈവങ്ങളെ ഇറക്കി വിടണം ഹൃദയത്തിൽ. ഇല്ലല്ലാഹ് സ്ഥിരപ്പെടുത്തണം. ആരെ? അല്ലാഹു മാത്രം. ഇതല്ലേ ഖുർആൻ പറഞ്ഞതും, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. സൂറത്ത് മുഹമ്മദ് എടുത്തു നോക്കൂ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈമാൻ 70-ൽ പരം ശാഖയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ശാഖ ഈ കലിമത്തു തൗഹീദ. വഅദ്നാഹാ, ഏറ്റവും താഴ്ന്ന ശാഖ ഇമാതത്തുൽ അദാ അനിത്തരീഖ്. വഴിയിൽ നിന്ന് ഉപദ്രവകാരിയായ മടല്, ബ്ലേഡ്, അതുപോലെ കുപ്പിച്ചില്ല്, മറ്റുള്ളവരുടെ ടയർ പഞ്ചറാക്കുന്ന ആണി, ഇതെല്ലാം നീക്കിക്കളയലാണ് ഖാല റസൂലുള്ളാഹി. അപ്പോ വിശ്വാസത്തിന്റെ കാവൽ ഭടന്മാരായി മാറണം. അപ്പോ ഏറ്റവും താഴ്ന്ന പടി, വഴിയിൽ കിടക്കുന്ന മുള്ള്, മടല്, കുപ്പിച്ചില്ല് മാറ്റിക്കളയണം. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വരിക, അപ്പോൾ ഒരു പൂച്ച നടുറോടി കിടക്കുന്നു. എൻ്റെ കൂടെ തീരുന്ന സുഹൃത്ത് പറഞ്ഞു, കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം ആവിയായി മാറും. ഹൈവേയില് വരുന്ന വണ്ടിയെല്ലാം കയറി ഇറങ്ങി പൊടിയില്ലേ? അതെന്ത് കിടന്നാലും അങ്ങനെ, റോഡി എന്ത് കിടന്നാലും ആളുകൾ എടുത്ത് കളയൂല. കളയണം. ആര് കളയണം? സമുദായം എടുത്തു കളയണം. അല്ലാഹു തആല എടുത്തു കളയാൻ പടച്ചോൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. എന്താ ഉത്തമ സമുദായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ? ഉത്തമ സമുദായത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥം, കഴിഞ്ഞ ദിവസം നമ്മൾ ഖുർആനിനെ പറ്റിയാ മനസ്സിലാക്കിയതല്ലേ? നോക്കൂ, ഉത്തമ സമുദായത്തിന്റെ ലക്ഷണങ്ങൾ അള്ളാഹു തആല ഇവിടെ പറയുന്നുണ്ട്. ഞാൻ ഓടിച്ചൊന്ന് വായിക്കാം, എന്നിട്ട് വിഷയത്തിലേക്ക് വരാം. നാം ഷിർക്കിനെ പറ്റി പറഞ്ഞു. അള്ളാഹുവിനോടൊപ്പം ആരെയും ഷിർക്ക് വെക്കരുത്, വിശ്വാസത്തിന്റെ കാവൽ പട്ടാളമാകണം. രണ്ടാമത് അള്ളാഹു പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊന്നുകളയരുത്.
2 വലാ തഖറബുസ്സിന, ഏറ്റവും നിന്ദ്യമായ അല്ലാഹു വെറുക്കുന്ന സിന, വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതീ ഹറമല്ലാഹ്, അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരു മനുഷ്യനെ, ഒരു ജീവനെ നിങ്ങൾ കൊല്ലരുത്, ആരെയും വധിക്കരുത്. വലാ തഖറബു മാലൽ യതീം, അനാഥയുടെ സമ്പത്തിന്റെ അടുത്തേക്ക് നിങ്ങൾ പോകരുത്, യതീമിന്റെ സമ്പത്ത് നിങ്ങൾ ഭക്ഷിക്കരുത്. വഔഫുൽ കൈല, നിങ്ങൾ അളക്കുമ്പോൾ അളവ് പൂർത്തിയാക്കണം. ഇദാ കിൽതും വസിനു ബിൽ ഖിസ്താസിൽ മുസ്തഖീം, ചൊവ്വായ തുലാസ് കൊണ്ട് ജനങ്ങൾക്ക് തൂക്കി നിങ്ങൾ കൊടുക്കണം. വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കറിയില്ലാത്ത കാര്യത്തെ പറ്റി നീ നിലകൊള്ളരുത്, അഭിപ്രായം പറയരുത്. ഉത്തമ സമുദായത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ ഈ ആയത്തുകൾ സൂറത്തുൽ ഇസ്രാ എടുത്തു നോക്കി. ഇതിന് സമാനമായ ആയത്ത് സൂറത്തു നിസായിലുമുണ്ട്. വലിയൊരു വിഷയമാണിത്, വലിയൊരു വിഷയമാണത്. സുഹൃത്തുക്കളെ, ലോകം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ കണ്ടില്ലേ? എങ്ങോട്ടാണ് ഇന്ന് ലോകം പോകുന്നത്? അധാർമികതയിലേക്കാണ് ലോകം പോകുന്നത്. ദിനേന പത്രവാർത്തകൾ കണ്ട് നമ്മൾ ഞെട്ടുന്നു. ഇന്ന് മനുഷ്യരുടെ സ്നേഹമുണ്ടോ? ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടോ? ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. ഭാര്യയ്ക്ക് കുറെ കാമുകൻ, ഭർത്താവിനോട് കുറെ കാമുകി. ഈയിടെ എൻ്റെ സുഹൃത്ത് ബൈക്ക് മേടിച്ചു, നല്ലൊരു ബൈക്ക്. അപ്പോൾ ഒരു ഗ്ലാസ്സേ ഉണ്ടായിരുന്നുള്ളൂ സൈഡ് കാണാൻ. അത് കഴിഞ്ഞ് എൻ്റെ സുഹൃത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ രണ്ടാമതൊരു ഗ്ലാസ് ഇടത് ഭാഗത്ത് ഫിറ്റ് ചെയ്തു. ബൈക്കിൽ 2 ഗ്ലാസ്. അപ്പോൾ ഭാര്യയ്ക്കൊരു സംശയം. ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ ബൈക്കിന് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നുള്ളല്ലോ, എന്തിനാ ഇപ്പൊ രണ്ടാമതൊരു ഗ്ലാസ് വെച്ചത്? അത് നീ ആരെയെങ്കിലും നോക്കുന്നുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. സംശയരോഗമാണ്. സംശയത്തിന് കുറെ കാരണങ്ങളുമുണ്ട്. സുഹൃത്തുക്കളെ, ഭർത്താവിന്റെ ഫോൺ കൈകാര്യം ചെയ്യാൻ ഭാര്യയെ സമ്മതിക്കാറില്ല. കാരണം പലപ്പോഴും പലരും ഇയാളെ വിളിക്കാറുണ്ട്. ഭർത്താവിനും സംശയം, ഭാര്യ ആരെങ്കിലും വിളിക്കുന്നുണ്ടോ? ഈയിടെ ഗൾഫിൽ നിന്ന് വന്ന ഒരു ഭർത്താവ് ഭാര്യയോട് സംശയം കൊണ്ട് പറഞ്ഞു, എടി നീ ഇനി മൊബൈൽ ഉപയോഗിക്കരുത്. ഇല്ല അച്ഛനെ, ഞാൻ മൊബൈൽ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. ശരി, നിന്റെ മൊബൈൽ ഇങ്ങാന്ന് പറഞ്ഞു. മൊബൈൽ ഭർത്താവ് വാങ്ങിച്ചു വെച്ചു. ഭർത്താവ് വീണ്ടും ഗൾഫിൽ പോയി, ഒന്നുകൂടി വന്നു. പെട്ടെന്ന് വരുന്ന വിവരം എയർപോർട്ടിൽ ഇറങ്ങിയപ്പോഴാണ് അറിയുന്നത്. പെട്ടെന്ന് ഈ പെണ്ണ് കൊണ്ടുപോയി ഉപയോഗിച്ചിരുന്ന മൊബൈൽ എന്ത് ചെയ്തെന്നറിയോ? ചായപ്പൊടിക്കകത്തുകൊണ്ടേ. ഇവിടെ എന്താ പറയാ? ചായപ്പൊടിയുടെ അകത്തോട്ട് ഇങ്ങനെ വെക്കുന്നതിന് എന്താ പറയാ? ചില പദങ്ങൾ സൂക്ഷിച്ചു പറഞ്ഞില്ലെങ്കിൽ കോട്ടയംകാരനായ ഞാൻ ഇവിടെ വന്നിട്ട് മോശമായ ഒരു പദം പറഞ്ഞു നിങ്ങൾ പിന്നെ പറയും. അത് തന്നെയാണ് ഞങ്ങളുടെ കോട്ടയത്തും പറയാം. പൂഴ്ത്തി വെച്ചു. തേയിലപ്പൊടിക്കകത്തേക്ക് മൊബൈൽ അങ്ങ് വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയ രൂപത്തിൽ ഇങ്ങനെ ബെല്ല് മുഴങ്ങുന്നു. ഭർത്താവ് നോക്കി, ഒരിടത്തും മൊബൈൽ കാണുന്നില്ല. എടി നീ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് മൊബൈൽ ഉപയോഗിക്കരുതെന്ന്? ഞാൻ പിന്നെ മൊബൈൽ ഉപയോഗിക്കുമോ? ഞാൻ സ്നേഹസമ്പന്നയായ ഒരു ഭാര്യയല്ലേ. അപ്പോൾ പിന്നെ സംശയം. പാത്രമൊക്കെ നോക്കിയപ്പോൾ ചായപ്പൊടിക്കകത്ത് മൊബൈൽ. ഇതാരുടെ മൊബൈൽ? അത് ഒരാളെനിക്ക് മേടിച്ചു തന്നതാ. ആരാ മേടിച്ചു തന്നെ? നമ്പർ ഞാൻ നോക്കട്ടെ. ഇൻകമിങ്ങും ഔട്ട് ഗോയിങ്ങും ഒക്കെ നോക്കിയപ്പോ ഒരാളുമായിട്ട് 3/4 മണിക്കൂർ സംസാരിച്ചിരിക്കുന്നു. ആര്? തന്റെ പ്രിയപ്പെട്ട ഭാര്യ, തന്റെ ഹൃദയത്തിന്റെ പഴം, തങ്കവേ, കരളെ, പൊന്നെ എന്നൊക്കെ വിളിക്കുന്നവള്. ശുദ്ധ കാപട്യമല്ലേ ഇന്നത്തെ കുടുംബ ജീവിതത്തിൽ? സുഹൃത്തുക്കളെ, ഭർത്താവ് ഭാര്യയെ സംശയിക്കുന്നു, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു, അല്ലേ? സുഹൃത്തുക്കളെ, കുറെ മര്യാദയുണ്ട് സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, കുറെ മര്യാദയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഭർത്താവ് സ്ഥലത്തില്ലാത്ത ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോകരുത്. ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു അന്യ പുരുഷനും സ്ത്രീയും ഒരു സ്ഥലത്ത് ഒരുമിച്ചാൽ ഇല്ലാ കാന സാലിസഹുമ ശൈത്താൻ, മൂന്നാമത് അവിടെ വന്ന് പ്രശ്നവും കുടുംബത്തെ തകർക്കുന്നവനും പിശാചാണെന്ന് മുഹമ്മദ് മുസ്തഫ. കണ്ടോ? മറ്റൊരു ഹദീസ്, ലാ തലിജു അലൽ മഗീബാത്ത്, നിങ്ങൾ മഗീബാത്തിന്റെ അടുത്ത് പോകരുത്. സ്വഹാബത്ത് ചോദിച്ചു, ആരാണ് മഗീബാത്ത്? ഭർത്താവ് സ്ഥലത്തില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന പെണ്ണ്. ഫഇന്ന ശൈത്താന യജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി, കാരണം പിശാച് മനുഷ്യന്റെ നാഡീഞരമ്പുകളിലൂടെ ഓടിയിറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങളെ പിശാച് ദുർബോധനങ്ങൾ സൃഷ്ടിക്കും. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു,
വമിൻക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ താങ്കളിലും ഈ പിശാചുണ്ടോ? നബി പറഞ്ഞു വമിന്നീ, എന്നിലും ഈ പിശാച് കയറിയിറങ്ങി നടക്കുന്നുണ്ട്. വലാകിന്നല്ലാഹ അആനനി അലൈഹി ഫഅസ്ലമാ, അല്ലാഹു എന്നെ സഹായിച്ചിരിക്കുന്നു, എൻ്റെ പിശാച് മുസ്ലിമായിരിക്കുന്നു. എൻ്റെ പിശാച് മുസ്ലിമാ. നമ്മുടെ പിശാചോ മുസ്ലിം ആയിട്ടുണ്ടോ? ആയോ? പറ, എന്താ മിണ്ടാത്തെ? എന്താ മുസ്ലിമായോ? ഓ, നിങ്ങൾക്ക് ഇനി ഹദീസ് ആരാ പറഞ്ഞത്, റിപ്പോർട്ട് ചെയ്തെന്നൊക്കെ കേൾക്കണം അല്ലേ? പറഞ്ഞേക്കാം. ഈ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്തെന്നറിയോ? ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത് തുർമുദിയാണ്. ഇമാം തുർമുദി അൻ ജാബിരിൻ റളിയല്ലാഹു അൻഹു. ഡയറി കുറിച്ചിട്ടിരിക്കുക. എപ്പോഴും പ്രാസംഗികൻ പറയുന്ന ഹദീസിന്റെ സ്രോതസ് പറഞ്ഞാൽ സദസ്യർക്ക് നല്ലതാണതല്ലേ? ഇന്ന ആയത്ത് ഇന്ന സൂറത്തിൽ നിന്ന് പറയുന്ന രസമല്ലേ? അതുകൊണ്ട് ലൈഫ് ഹദീസൊന്നും അല്ല. എൻ്റെ പിശാജ് ശരിയാ, എനിക്കും പിശാജുണ്ട്, കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷേ എൻ്റെ പിശാജ് എന്ന് മുസ്ലിമാ. നമ്മുടെ പിശാജോ എന്താ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചില നിർദ്ദേശങ്ങൾ, ഉത്തമ സമുദായത്തിന് ഉത്തമരാകാൻ ചില നിർദ്ദേശങ്ങൾ. മക്കളെ, മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ ദുരുപയോഗം ചെയ്യരുത്. ഒരു പെണ്ണിൻ്റെയും ഫോട്ടോ എടുക്കരുത്. ഫോട്ടോ എടുത്തിട്ട് മോർഫിങ്ങിലൂടെ തലയും വാലും മാറ്റിയിട്ട് വേണ്ടാത്ത പണികൾ ഒരിക്കലും ഇന്റർനെറ്റിലൂടെ ഇരുന്ന് കളിക്കരുത്. നമ്മുടെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ വഴങ്ങണം, കീബോർഡും മൗസും വഴങ്ങണം, മിടുക്കന്മാരാകണം, ബിടെക്കും എല്ലാം നമ്മൾ എടുക്കണം. പക്ഷേ ഒരിക്കലും മൂല്യച്യുതിയിലേക്ക് പോകരുത്. കോഴ്സ് കഴിയുന്നത് വരെ ഒരുത്തിനെയും പ്രേമിക്കരുത്, ലവ് ലെറ്ററും കൊടുക്കരുത്. എൻ്റെ പെൺകുട്ടികൾ, ബിടെക്കുകാരി പെൺകുട്ടികൾ ഈ സദസ്സിലുണ്ട്, എനിക്കറിയാം. നമ്മുടെ ജീവിതത്തിനൊരു പ്രിൻസിപ്പിൾ വേണം, ഒരു നയം വേണം. കണ്ടവനൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ തന്നെ ആൺപിള്ളേർക്കുള്ള സ്വഭാവം ചിരിച്ചോണ്ട് ഇങ്ങനെ പുഞ്ചിരിച്ചോണ്ട് വരും, ഐ ലവ് യു, ഒന്ന് കടാശിക്കും മോളെ എന്ന് പറഞ്ഞ് മുമ്പിൽ വന്ന് ഇങ്ങനെ കെഞ്ചും. പക്ഷെ ആണുങ്ങളുടെ ഈ ചിരി വഞ്ചനയാണ്. വീഴാൻ പാടില്ല. ആർക്കും നമ്മുടെ നമ്പർ കൊടുക്കരുത്. എന്തിനാ നമ്മുടെ നമ്പർ അന്യ സ്ത്രീകൾക്ക് കൊടുക്കുന്നത്? അന്യ സ്ത്രീകളോ അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴയാനും പാടില്ല. പരിശുദ്ധ ഖുർആൻ പ്രവാചകന്റെ ഭാര്യമാരോടാണ് പറഞ്ഞത്. അപ്പൊ പിന്നെ നമ്മുടെ പെണ്ണുങ്ങളുടെ ഭാര്യമാരുടെ അവസ്ഥ എന്താ? യാ നിസാഅൻ നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ വഖുൽന ഖൗലൻ മഅറൂഫാ. സൂറത്തുൽ അഹ്സാബ്. ഏ നബിയുടെ പത്നിമാരെ, യാ നിസാഅൻ നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല നിങ്ങൾ. ഇനിത്തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ചാൽ, ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, അന്യ പുരുഷന്മാരോട് നിങ്ങൾ ശബ്ദം താഴ്ത്തി നിങ്ങൾ കൊഞ്ചിക്കൊഴയരുത്. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ, ഹൃദയത്തിൽ രോഗമുള്ളവൻ കൊതിക്കും, ആഗ്രഹിക്കും. കണ്ടോ? നിങ്ങൾ ഇങ്ങനെ ശബ്ദം താഴ്ത്തി കൊഞ്ചിക്കൊഴഞ്ഞു നിന്നാൽ മധുരമുള്ള സംഭാഷണം കേൾക്കാൻ ആൺകുട്ടികൾക്ക് ആഗ്രഹം ഉണ്ടാവും. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറളുൻ, ഖൽബിൽ രോഗമുള്ളവർ കൊതിക്കും. ഇവിടെയാണ് പ്രശ്നം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരുപാട് നിർദ്ദേശങ്ങൾ നമ്മുടെ കാരുണ്യത്തിന്റെ പ്രവാചകൻ. നമ്മൾ ഉത്തമ സമുദായമാണ്. നമ്മൾ എപ്പോഴും ഒഴുക്കിനെതിരെ നീന്തേണ്ടവരാണ്. ഒഴുക്കിനൊത്ത് നീങ്ങുന്നവരാണ് സമൂഹം. അവർക്ക് വെളിച്ചം പകരണമെങ്കിൽ ഒഴുക്കിനെതിരെ നീന്തണം, അധർമ്മത്തിനെതിരെ പടവാളെന്തണം. നബി തിരുമേനി പറഞ്ഞ നിർദ്ദേശങ്ങൾ 2-3 ഹദീസുകൾ ഞാൻ സൂചിപ്പിക്കാം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു, ലാ യൻളുറു റജുലു ഇലാ ഔറത്തിർ റജുൽ, ഒരു പുരുഷൻ മറ്റൊരു പുരുഷന്റെ ഔറത്ത് നോക്കരുത്. രണ്ടാണുങ്ങൾ പരസ്പരം അവരുടെ ഔറത്ത് നോക്കരുത്. അല്ലാഹു തആല കണ്ടുപോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? മനുഷ്യനല്ലേ? ഞാൻ ആദ്യത്തെ ദിവസം ഓതിയ ഹദീസ് ഓർമ്മയില്ലേ? എന്ത്? മനുഷ്യനാണ്, തെറ്റുകളുടെ കൂടപ്പറപ്പാണ്. നമുക്കെല്ലാം ഒരു ഡാർക്ക് ഏജ് ഉണ്ടല്ലേ? ഇല്ലേ? ആർക്കാ ഇല്ലാത്തത്? എനിക്കില്ലേ? നിങ്ങൾക്കില്ലേ? നമുക്കൊക്കെ ഒരു ജാഹിലിയത്ത് കഴിഞ്ഞു പോയി. ഓക്കെ, ഇനി നമ്മൾ നന്നായി ജീവിക്കും. ചേഞ്ച്, ഒരു മാറ്റം അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇത് എപ്പോഴും കണ്ടോണ്ടിരിക്കുക, എന്തിനാ ഇത് ഇങ്ങനെ കാണുന്നേ? അല്ലെങ്കിൽ തന്നെ കാണാൻ എന്തുണ്ട്? വല്ലതും ഉണ്ടോ കാണാൻ? ഒന്നുമില്ലാത്തതിന് ഇങ്ങനെ കാണിക്കുകയല്ലേ?
അല്ലാഹു തആല അതിനോടൊക്കെ രാജിയാകാൻ പടച്ചോൻ തൗഫീക്ക് ചെയ്യട്ടെ. വലൽ മർഅതു ഇലാ ഔറത്തിൽ മർആ, കോളേജിൽ പഠിക്കുന്ന ടീനേജ് പ്രായത്തിൽപ്പെട്ട പെൺകുട്ടികൾ പരസ്പരം ഔറത്ത് കാണിക്കരുത്. അവരുടെ ഔറത്ത് മൊബൈൽ ക്യാമറയിൽ എടുക്കരുത്. അവർ ഇന്റർനെറ്റിലൂടെ വിടരുത്. എറണാകുളം മഹാരാജാസ് കോളേജിലെ 5 വിദ്യാർത്ഥിനികൾ അവരുടെ ഔറത്തുകൾ കാണിച്ചു, ഫോട്ടോ എടുത്തു. ആ ഫോട്ടോയും കൊണ്ട് അതാ അവർ എത്തുന്നു എവിടെ? സ്റ്റുഡിയോയിൽ. അവരതാ ഇന്റർനെറ്റിൽ കയറ്റിവിട്ടു. അതിലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. നടന്നതല്ലേ കേരളത്തിൽ കഴിഞ്ഞ കൊല്ലം? നടന്നതല്ലേ? ആ പെൺകുട്ടി ഒരു പ്രമുഖനായ രാഷ്ട്രീയ നേതാവിന്റെ മകളായിരുന്നു, ആത്മഹത്യ ചെയ്തു. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. വൃത്തികെട്ട സംസ്കാരം പടിഞ്ഞാറിൽ നിന്ന് ഇങ്ങോട്ട് നിർഗളിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു ഔറത്തുകൾ കാണരുത്. വലാ യുഫ്ലിർ റജുലു ഇലർ റജുലി ഫീ സൗബിൻ വാഹിദിൻ, 2 പുരുഷന്മാർ ഒരു പുതപ്പിൽ ഒന്നിച്ച് ശയിക്കരുത്. വലാ തുഫ്ലിൽ മർഅതു ഇലൽ മർഅതി ഫീ സൗബിൻ വാഹിദിൻ, 2 പെണ്ണുങ്ങൾ ഒരു ബെഡിൽ ഒരു പുതപ്പിൽ ഒന്നിച്ച് ശയിക്കരുത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു. എന്തിനാണ് ഇതൊക്കെ? സമൂഹം വഷളാവാതിരിക്കാൻ. നോക്കൂ, പ്രവാചകൻ പറഞ്ഞു, ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു, മാ തറക്തു ബഅദീ ഫിത്നതൻ അളറ അലർ റിജാലി മിനൻ നിസാ, എനിക്ക് ശേഷം എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം പെണ്ണാണ്. പെണ്ണായിരിക്കും എൻ്റെ സമുദായം വഴികേടിലാവാൻ, എൻ്റെ സമുദായം നശിക്കാനുള്ള കാരണമെന്ന് അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു ദിവസം മുത്തുനബി പെണ്ണുങ്ങളുടെ അരികിലൂടെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫമാ റഅയ്തു മിൻ നാഖിസാതി അഖിലിൻ വദീനിൻ അദ്ഹബ ലിദീ ലുബ്ബിൻ മിൻകുന്ന, പെണ്ണുങ്ങളെ നിങ്ങൾക്ക് 2 കാര്യം കുറവാണ്. ഫമാ റഅയ്തു മിൻ നാഖിസാതി അഖിലിൻ വദീനിൻ, ബുദ്ധിയും ആദർശവും ചുരുങ്ങിയ നിങ്ങൾ, പക്ഷെ ആരെയും നിങ്ങൾ കീഴടക്കുന്നതായി ഞാൻ കാണുന്നു. ആരെയും കീഴടക്കുന്നതായി സയന്റിസ്റ്റുകൾ പോലും, ശാസ്ത്രജ്ഞന്മാർ പോലും, ബ്രില്യൻ്റായ ബുദ്ധിജീവികൾ പോലും പെണ്ണിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. അത് ഹബലിദീ ലുബ്ബിൻ മിൻകുന്ന, ലുബ് ബുദ്ധിമാൻ പോലും നിങ്ങളുടെ മുന്നിൽ കീഴടങ്ങുന്നതായിട്ട് ഞാൻ കാണുന്നു എന്ന് പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുഹൃത്തുക്കളെ, പരസ്പരം ബഹുമാനിക്കണം. ഒരു വീട്ടിൽ പോയാൽ ആ വീട്ടുകാരോട് പോകുന്ന ആൾക്കൊരു മര്യാദയുണ്ട്. നേരിട്ട് അടുക്കളയിലേക്കല്ല പോകേണ്ടത്, എടീന്ന് വിളിച്ചോണ്ടല്ല പോകേണ്ടത്. ഒരതിഥി വന്നാൽ ആദ്യം സിറ്റ് ഔട്ടിലിരിക്കണം. അവര് പറഞ്ഞാൽ അകത്ത ഹാളിൽ ഇരിക്കാം. ആ വീട്ടുകാരന്റെ ഭാര്യയോട് ചില മര്യാദകളുണ്ട്. അവിടെ ഒരിക്കലും വഞ്ചന കാണിക്കരുത്. നോക്കൂ, അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രവാചകൻ മരുമകൻ അലിയാർ തങ്ങളോട് പറഞ്ഞു, അലി ഫാത്തിമയെ വിവാഹം ചെയ്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു, യാ അലി ലാ തുത്ബിഇൻ നളറ അൻ നളറ, നീ ഒരിക്കലും സൗന്ദര്യമുള്ള സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോൾ വീണ്ടും 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 നീ നോക്കരുത്. ലാ തുത്ബിഇൻ നളറ അൻ നളറ, ഒന്ന് നോക്കി വീണ്ടും നീ നോട്ടം കൊണ്ട് തുടർത്തരുത്. ഫഇന്നലകൽ ഊലാ, നിനക്കൊന്നാമത്തത് അനുവദനീയമാണ്. വലൈസത് ലകൽ ആഖിറ, രണ്ടാമത്തത് നിനക്ക് പാടില്ല. ഞാനൊരു സ്ഥലത്ത് ഈ ഹദീസ് പറഞ്ഞപ്പോൾ സദസ്യം ചെറുപ്പക്കാരൻ ചോദിച്ചു, ആദ്യത്തെ നോട്ടം നീട്ടി നോക്കാവോ എന്ന് ചോദിച്ചു. ഒരു നോട്ടം പാടുണ്ടെന്നല്ലേ റസൂലുള്ള പറഞ്ഞത്? ആദ്യത്തെ നോട്ടം കണ്ണു പറിക്കാതെ അടിമുടി നോക്കാവോ? ഞാൻ പറഞ്ഞു, നീ ആള് കൊള്ളാതി, നീ ആള് മോശമില്ല. എന്തായി ഒറ്റ നോട്ടം നമുക്ക് പാടുണ്ടല്ലേ? ആദ്യത്തെ ഒറ്റ നോട്ടം. സുഹൃത്തുക്കളെ, കണ്ണ് പോലും സൂക്ഷിക്കാൻ കാരുണ്യത്തിന്റെ പ്രവാചകൻ പറഞ്ഞത് എന്തിനാ? കണ്ണ് ഫോട്ടോ എടുക്കും, അതെവിടെയോ ഹൃദയത്തിന്റെ മൂലെ സൂക്ഷിക്കും, എന്നിട്ട് കൊണ്ടു നടക്കും. ആരാപ്പാ ആ അടിപൊളി? എവിടെന്താ അവള് ബസ് കയറുന്നത്? പിന്നെ ആ ബസ് സ്റ്റോപ്പിൽ പോവും. പ്ലീസ് ആ നമ്പറും തരുവോ? നമ്പർ മേടിക്കും. പിന്നെ വിളി തുടങ്ങും. സുബ്ഹാനല്ലാഹ്. പിന്നെ ലവ് ലെറ്ററായി. പിന്നെ അവസാനം കേൾക്കാം, ഏതോ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് എടുത്തു ചാടി ചീഞ്ഞു കിടക്കുന്നു. അല്ലെങ്കിൽ ഇന്നലെ പത്രത്തിലുണ്ടായിരുന്നു, കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ പാലക്കാട് നിന്നുള്ള കവിതാക്കൾ ചങ്ങനാശ്ശേരി വന്ന് ലോഡ്ജിലെ ഫാനിൽ തൂങ്ങി നിൽക്കുന്നു. അല്ലാഹു, ഈ തൂങ്ങാനും ചെയ്യാനും അളിയാനും ഒക്കെ പോണോ? അല്ലാഹു തആല പടച്ചവൻ സമൂഹത്തിന്റെ കാവൽ ഭടന്മാരായി യുവാക്കളെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ഒരു പെണ്ണിന്റെ മുമ്പിൽ തോറ്റു കൊടുക്കണോ സുഹൃത്തുക്കളെ? ആദർശധീരരായി മാറണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വീടിൻ്റെ ഉള്ളിൽ അടങ്ങി ഒതുങ്ങി അച്ചടക്കത്തിൽ ഡിസിപ്ലിൻ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം. നമ്മുടെ ഭർത്താക്കന്മാർ ഗൾഫിലാണ്, ഒരന്യപുരുഷനെങ്ങാനും വിളിച്ചതായിട്ടറിഞ്ഞാൽ കുടുംബബന്ധം തകരില്ലേ?
തകരില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങൾ അനാഥരായി പോകില്ലേ? നാം വളരെയധികം ശ്രദ്ധിക്കണം. മഹാനായ ഹസ്രത്ത് ഉമറുൽ ഫാറൂഖ് തങ്ങള് വേഷപ്രച്ഛന്നനായി മദീനയുടെ പ്രാന്തപ്രദേശത്ത് കൂടി ചുറ്റി സഞ്ചരിക്കാറുണ്ട്. ആ സുന്നത്താണ് ഇന്ന് രാഹുൽ ഗാന്ധി പോലും എടുത്തണിയുന്നത്. ആന്ധ്രയുടെയും രാജസ്ഥാന്റെയും അതാ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന കുടിലുകളിൽ ചെന്ന് മുന്നറിയിപ്പില്ലാതെ അന്തിയുറങ്ങുന്നതും അവരോടൊപ്പം ദാലും അതുപോലെ പത്തിരിയും തിന്നുന്നതും പത്രം പറഞ്ഞില്ലേ, ഇതെല്ലാം രണ്ടാം ഖലീഫയുടെ സുന്നത്താണ്. സുഹൃത്തുക്കളെ, മഹാനായ ഖലീഫ ഉമർ വേഷം മാറി രാത്രി സഞ്ചരിക്കും. ഒരു ദിവസം ഇങ്ങനെ ഒട്ടകപ്പുറത്ത് കുതിരപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ 4 വരി പദ്യം കേൾക്കുകയാണ്. ശോകമൂകമായ 4 വരി കവിത കേൾക്കുന്നു. അവിടെ നിർത്തി. എന്താണ് ഈ പെണ്ണ് പാടുന്നത്? അലാ ത്വാല ഹാദൽ ലൈലു വസ്വദ്ദ ജാനിബു വഅർറകനി അല്ലാ ഖലീലുൻ ഉലാഇബു ഫവല്ലാഹി ലൗലല്ലാഹു തുഖ്ശാ അവാകിബു ലഹറക മിൻ ഹാദാ സരീരി ജവാനിബു. ആ പെണ്ണ് പാടുകയാണ്. ഹസ്രത്ത് ഉമർ ാണ് ആ പെണ്ണ് പാടിയത് ഇങ്ങനെയാണ്. രാത്രി എത്രയോ ദൈർഘ്യമേറിയിരിക്കുന്നു, അതിൻ്റെ യാമങ്ങൾ അവസാനിക്കുന്നില്ല. അലാ ത്വാല ഹാദൽ ലൈൽ, ഈ രാത്രിക്ക് എന്ത് ദൈർഘ്യമാണ്. വസ്വദ്ദ ജാനിബു, ഇരുൾ മുറ്റിയിരിക്കുന്നു. വഅർറകനി, എനിക്കുറക്കം വരുന്നില്ല. അല്ലാ ഖലീലുൻ ഉലാഇബു, എന്നെ സന്തോഷിപ്പിക്കാൻ എൻ്റെ കൂട്ടുകാരൻ എൻ്റെ അടുത്തില്ലല്ലോ. നിദ്രാവിഹീനയാണല്ലോ എൻ്റെ കണ്ണുകൾ, ഉറക്കം വരുന്നില്ലല്ലോ. എന്നിട്ട് ആ പെണ്ണ് പാടുകയാണ്. ഫവല്ലാഹി ലൗലല്ലാഹു തുഖ്ശാ അവാകിബു, അല്ലാഹുവിൻ്റെ നരകം, അല്ലാഹുവിൻ്റെ ശിക്ഷ ഞാൻ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ഇല്ലായിരുന്നുവെങ്കിൽ ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു, എൻ്റെ ഈ ശയ്യയിലേക്ക്, എൻ്റെ ഈ കട്ടിലിലേക്ക് മറ്റൊരുത്തനെ ഞാൻ ക്ഷണിച്ചു വരുത്തിയേനെ. എൻ്റെ കട്ടിലിൻ്റെ കാലുകളും ഇളകി ആടിയേനെ. ഈ പാട്ട് കേട്ടപ്പോൾ ഹസ്രത്ത് ഉമറിൻ്റെ ഹൃദയം വല്ലാണ്ട് തറച്ചുപോയി. ആ വീട് നോട്ട് ചെയ്തു, ആ വീടിനെ പറ്റി പഠിച്ചു. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട പുത്രി ഹഫ്സ, പ്രവാചകന്റെ സഹധർമ്മിണിയായ ഹഫ്സ, വിശ്വാസികളുടെ ഉമ്മയായ ഹഫ്സ റളിയല്ലാഹു അൻഹായെ വിളിച്ചു, മോളെങ്ങ് ബാ. ഒരു ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ, ഭർത്താവില്ലാതെ ഒരു പെണ്ണ് എത്ര കാലം കഴിച്ചു കൂട്ടും മോളെ? ഹസ്രത്ത് ഹഫ്സയുടെ മറുപടി, ബാപ്പാ അങ്ങേപ്പോലുള്ളവർ എന്നോടാണോ ഇത് ചോദിക്കുന്നത്? മോളെ, ഞാൻ നിന്റെ ബാപ്പ മാത്രമല്ല, ഞാൻ അമീറുൽ മുഅ്മിനീനാണ് മോളെ. അറേബ്യൻ ഉപദ്വീപ് മാത്രമല്ല, ഇന്ന് അതാ എൻ്റെ ഭരണം അതാ മുഴുവൻ പ്രപഞ്ചങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുടെ നായകനാണ് ഞാൻ. എൻ്റെ ഭരണീയരെ പറ്റി അള്ളാഹു എന്നോട് ചോദിക്കുമ്പോൾ, അതുകൊണ്ട് മോളെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയണം. ബാപ്പ ഭർത്താവിൻ്റെ അസാന്നിധ്യത്തിൽ ഒരു പെണ്ണിന് 4 മാസം, കൂടി വന്നാൽ 6 മാസം. മകളിൽ നിന്ന് കിട്ടിയ മറുപടി, ആ മറുപടി വെച്ച് ആ വീട് നോക്കുവെക്കുകയും ഒരു പട്ടാളക്കാരന്റെ വീടായിരുന്നു. ആ പട്ടാളക്കാരനെ സൈനിക സേവനത്തിൽ നിന്ന് തിരിച്ചു വിളിച്ചു. അള്ളാഹുവിനെ ഭയപ്പെടണം പെണ്ണെ, ഈമാൻ കാത്തു സൂക്ഷിക്കണം. കുടുംബജീവിതത്തിന്റെ ഭദ്രത സ്നേഹവും വിശ്വാസവുമാണ്. സാലിഹത്തായ പെണ്ണായി മാറണം. അല്ലെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കും? അപകടം സംഭവിക്കും. നല്ല വീടൊക്കെ പണിതു, അവളെ ഇങ്ങോട്ട് മാറ്റി, കുഞ്ഞുങ്ങളായി, ഒരു സുപ്രഭാതത്തിൽ അവൾ പോവുകയാണ്. പിന്നെ ആ കുടുംബജീവിതത്തിന് എന്ത് ഭദ്രതയാണുള്ളത്? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. സാലിഹത്തായി മാറണം. ഖൈറുൻ നിസാഇ ഇംറഅത്തുൻ ഇൻ നളർത ഇലൈഹാ സറതക വഇൻ അമർതഹാ അതാഅതക വഇൻ ഗിബ്ത അൻഹാ ഹഫിളത്ക ഫീ നഫ്സിഹാ വമാലിക ഖാല റസൂലുള്ളാഹി. ഒരു പെണ്ണ് സച്ചരിതയായി മാറാൻ, ഒരു പെണ്ണ് സാലിഹത്തായി മാറാൻ 3 മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, ഭർത്താവിനെ കലവറയില്ലാതെ സ്നേഹിക്കണം അവൾ. വഇൻ അമർതഹാ തഅതക്, ഭർത്താവിനെ അനുസരിക്കണം അവൾ. വഇൻ ഗിബ്ത അൻഹാ, ഭർത്താവ് ഗൾഫിലേക്കോ സിംഗപ്പൂരിലേക്കോ ദുബൈക്കോ പോയാൽ ഹഫിളത്ക ഫീ നഫ്സിഹാ വമാലിക്, 2 കാര്യങ്ങൾ അമാനത്താണ്. ഒന്ന് പെണ്ണേ നിന്റെ ശരീരം, മറ്റൊന്ന് ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പണം. എന്ന് ഞാനും യൂസുഫ് സഖാഫിയും കൂടെ അത്തോളിയിൽ ഇങ്ങനെ പോവുക കോഴിക്കോട് ഇന്നലെ. അപ്പോൾ ടൗണിൽ നിന്ന് 3-4 പെണ്ണുങ്ങൾ ഇങ്ങനെ നോട്ടെണ്ണുന്നു.
നോട്ടെണ്ണി കൂട്ടിപ്പിടിച്ചിട്ട് മറ്റൊരു പെണ്ണിൻ്റെയിലേക്ക് കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു ഏതോ ചെക്ക് പാസ്സായിട്ടുണ്ട്. ഭർത്താവ് എന്ന് പറയുന്ന കോന്തൻ ഗൾഫിൽ നിന്ന് കാശ് അയച്ചു കൊടുക്കും, ഇവളിങ്ങനെ അടിച്ചു തീർക്കുകയാണ് ഇവിടെ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഈയിടെ ഒരു വീട്ടിൽ പോയപ്പോൾ മരുന്നിന്റെ കുപ്പി ഇങ്ങനെ അട്ടിയായി വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചു ഇതെന്താ പെണ്ണേ? ഇത് എന്റെ ഭർത്താവ് കഞ്ചൂസ, ഒന്നും തരൂല, മൂപ്പർക്ക് തെളിവ് കൊടുക്കണം. അപ്പൊ 2-3 കൊച്ചുങ്ങളുണ്ട് മൂപ്പരുടേതായിട്ട് ഈ വീട്ടില്. അതുകൊണ്ട് അയാൾ വരുമ്പോ ഈ കുപ്പി നിരത്തി വെച്ചിട്ട് മക്കള് മുഴുവനും കുടിച്ചു തീർത്ത ജലദോഷത്തിന്റെയും ചുമയുടെയും ടോണിക്കിന്റെ കുപ്പികളാ, ഇത് കാണിച്ചിട്ട് വേണം എനിക്കൊരു 15,000 രൂപ ഇങ്ങ് ഊറ്റിയെടുക്കാൻ. എങ്ങനെയുണ്ട് ഭർത്താവിന്റെ ധനം? നിങ്ങൾ ഗൾഫിൽ പോയിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ കഷ്ടപ്പെടുകയാണ്, അവിടെ ഉരുകുകയാണ്. വളരെ ചുരുക്കം ചിലർക്കേ ഉള്ളൂ ഒരു 15,000 രൂപ 20,000 രൂപ ഇന്ത്യൻ 20,000 രൂപയുടെ മുകളിൽ ശമ്പളമുള്ളൂ. ബാക്കി എല്ലാവരും താഴെയാ. എല്ലാവരും സവ്വാക്ക ഷെയറിങ് പിടിക്കുന്നു, അല്ലെങ്കിൽ ഹാരിസ് ആണ്, വാച്ച്മാൻ ആണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളെ സെയിൽസ്മാൻ ആണ്. ഏറ്റവും നല്ല ജോലികളൊക്കെ ഞങ്ങളുടെ തെക്കൻ കേരളത്തിലുള്ള സഹോദര സമുദായത്തിലെ ആളുകളാണ്. ശീതീകരിച്ച റൂമിൽ ഇരുന്ന് പേന കൊണ്ട് സൈൻ ചെയ്താൽ മതി അവർക്ക്. നേഴ്സ്, നല്ല നല്ല ജോലികളൊക്കെ ഞങ്ങളുടെ സഹോദര സമുദായ അംഗങ്ങളാണ്. നമ്മൾ മുസ്ലിങ്ങളുടെ ജോലി എന്താ? നാട്ടിൽ തൽക്കാലം ഇങ്ങോട്ട് വരുമ്പം പാൻറ്റും ഷർട്ടും ടൈയൊക്കെ ഇട്ട് വരും. എന്താ നിനക്ക്? എന്താടാ കുഞ്ഞിപ്പാ നിനക്കവിടെ ജോലി? എനിക്ക് ക്ലീനിങ് ആണെന്ന് പറയും. ക്ലീനിങ്? എന്താപ്പാ ക്ലീൻ ചെയ്തത്? അറബിയുടെ ബാത്റൂം. എന്തായാലും ഇംഗ്ലീഷിൽ പറഞ്ഞപ്പോ വലിയ കുഴപ്പമില്ല അല്ലേ? വലിയ കുഴപ്പമില്ലല്ലോ. സുഹൃത്തുക്കളെ, ഏത് ഹലാലായ ജോലിയും ചെയ്യണം മക്കളെ. ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. വൈറ്റ് കോളർ സംസ്കാരം പാടില്ല. എന്ത് ജോലിയും ചെയ്ത് കുടുംബത്തെ പോറ്റാൻ യുവാക്കൾ മുന്നോട്ട് വരണം. പ്ലംബിംഗ് ജോലി, ഇലക്ട്രീഷ്യൻ, കഹ്റുബായി, അല്ലെങ്കിൽ ഡ്രൈവർ പഠിച്ച് മിടുക്കന്മാരായി നല്ല ജോബ് കരസ്ഥമാക്കണം മക്കളെ. അല്ലാഹു തആല പടച്ചോൻ തൗഫീക്ക് നൽകുമാറാവട്ടെ. ആ ഗൾഫിൽ കടന്ന് ചോര നീരാക്കി അയച്ചു കൊടുക്കുന്ന പൈസ ഇവിടെ പെണ്ണ് ഇങ്ങനെ മുക്കിന് ആശുപത്രിക്ക് പോവുക. പിന്നെ ഏതാ? ഓരോ കല്യാണത്തിനും ഓരോ ചുരിദാറ്. ഇപ്രാവശ്യത്തെ ചുരിദാറ് അഹമ്മദിന്റെ മകൾ പാത്തുമ്മയുടെ കല്യാണത്തിന് പച്ച ചെരുപ്പ്, പച്ച ചുരിദാറ്. ഇങ്ങനെ അടിച്ചു തീർക്കുകയാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഏ പെണ്ണേ, നിന്റെ ഭർത്താവ് നിനക്കയച്ചു തരുന്ന പൈസ അമാനത്താണ്. പെണ്ണേ, നിന്റെ ശരീരം മറ്റാർക്കും കാഴ്ചവെക്കാനുള്ളതല്ല, നിന്റെ ഭർത്താവിനുള്ളതാണ്. ഈ 3 സിഫത്തുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു നീ സാലിഹത്താണ്. അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. അല്ലെങ്കിൽ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞതുപോലെയാവും. എന്താ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്? കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോൾ കെട്ടാൻ തോന്നി, കെട്ടി നോക്കുമ്പോൾ പിന്നെ പെട്ടുപോയെന്നും തോന്നി. അലിയാരെ പെട്ടുപോയെന്ന് തോന്നുന്നുണ്ടോ? അലിയാർക്ക് എന്തോ ഒരു വിഷമം ഉണ്ടല്ലോ. ഒന്നുമില്ല അല്ലേ? അല്ലാഹ് റാഹത്താക്കട്ടെ. നല്ല കുടുംബജീവിതം നയിക്കാൻ അല്ലാഹു തൗഫീക്ക് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ കുടുംബത്തിന്റെ വിളക്കാകണം. വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ 2 നില വീട്ടിൽ പെണ്ണെ നീ ഭരണാധികാരിയാണെന്ന് ഇസ്ലാമിന്റെ മുത്ത് പഠിപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല നമ്മുടെ സ്ത്രീകളെ അച്ചടക്കമുള്ള സ്ത്രീകളാക്കട്ടെ. ഇൻഷാ അല്ലാഹ് കുടുംബത്തെ നയിക്കുന്ന സ്ത്രീകളാക്കട്ടെ. നല്ല കുഞ്ഞുങ്ങളെ വാർത്തെടുക്കുന്ന സ്ത്രീകളാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, ലോകം കലങ്ങുമ്പോൾ ആ കലക്കത്തിനൊപ്പിച്ച് മുങ്ങുകയല്ല വേണ്ടത്, അതിൽ നിന്ന് രക്ഷപ്പെടണം. 2 നിലയുള്ള കപ്പലുകാർ രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് പ്രവാചകൻ കാണിച്ചു തന്നു. അതുകൊണ്ട് സമൂഹത്തിൽ തെറ്റുകൾ കാണുമ്പോൾ ഇത് തെറ്റാണെന്ന് പറയണം. സമൂഹം നന്മ ചെയ്യുമ്പോൾ അതിന് പ്രചോദനം കൊടുക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈആ, ഒരു നല്ല കാര്യവും നീ മോശമായി കരുതരുത്. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തലിഖിൻ, നിന്റെ മുഅ്മിനായ സഹോദരനെ കാണുമ്പോൾ മുഖത്തൊരു പുഞ്ചിരി തൂകുന്നതും പുണ്യമാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാമിലെ പുണ്യങ്ങൾ എന്തൊക്കെയാ? നിങ്ങൾ എന്നെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഞാൻ നിങ്ങളെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക. ഞാൻ ഈയിടെ ഒരാളോട് ചിരിച്ചു, അയാളിങ്ങനെ പിരിമുറുകിയതുപോലെ ഇരുന്നു. ഞാൻ ആകെ ഐസായിപ്പോയി. ഞാൻ അങ്ങോട്ട് ചിരിച്ചിട്ട് അയാൾ ഇങ്ങോട്ട് ചിരിച്ചില്ല. അയാളുടെ മുഖം ഇങ്ങനെ മുറുകിയിരിക്കുക. അങ്ങനെ മുറുകിയിരിക്കരുത്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങൾ കുടുംബത്തിന്റെ വിളക്കായി മാറണം. അല്ലാഹു തആല പടച്ചോൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ സദസ്സ് വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുകയാണ്. ഈ സദസ്സ് എനിക്കറിയാം
ഉത്തമ സമുദായത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ സഹോദരന്മാരെ, നമുക്ക് അള്ളാഹു തന്ന ഉത്തരവാദിത്വം നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ്. ആ നേതാവിന് യോജിച്ച ഗുണമാണ് സമൂഹം നാശത്തിലേക്ക് പോകുമ്പോൾ ആ നാശത്തിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ചരിത്രം പറയാം. മഹാനായ സുലൈമാൻ ഇബ്നു ദാവൂദ്, അള്ളാഹു അധികാരവും അള്ളാഹു നുബുവത്തും അള്ളാഹു അറിവും അള്ളാഹു പക്ഷികളുടെ ഭാഷണവും പഠിപ്പിച്ചു കൊടുത്ത, ജിന്നുകളെ വഴിപ്പെടുത്തി കൊടുത്ത, ഈ ജിന്നുകൾ കടലിൽ മുങ്ങി മുത്തുകളും രത്നങ്ങളും എടുത്തു കൊടുത്തിരുന്നു. മഹാനായ സുലൈമാൻ നബിയാണ് ആദ്യമായിട്ട് എയറിലൂടെ യാത്ര ചെയ്തത്, വിമാനത്തിൽ സഞ്ചരിക്കുന്നത് പോലെ. വലി സുലൈമാൻ റീഹ്, അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, നാം കാറ്റിനെ സുലൈമാനിന് വഴിപ്പെടുത്തി കൊടുത്തു. വിമാനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് 3500 വർഷങ്ങൾക്ക് മുമ്പ് സുലൈമാൻ നബിയാണ് കാറ്റിലൂടെ സഞ്ചരിച്ചത്. മഹാനായ സുലൈമാൻ നബി ഒരു ദിവസം തൻ്റെ കാലാൾപ്പട, തൻ്റെ ജിന്നുകളും മനുഷ്യരും മൃഗങ്ങളും എല്ലാം കൂടി ഇങ്ങനെ പരിവാര സമേതം യാത്ര ചെയ്യുമ്പോൾ ഖുർആനിൽ സൂറത്തുൻ നംലിൽ അല്ലാഹു പറഞ്ഞു, വഹുശിറ ലി സുലൈമാന ജുനൂദുഹു മിനൽ ജിന്നി വൽ ഇൻസി വത്തൈർ. മനുഷ്യരും ജിന്നുകളും പക്ഷികളും എല്ലാം ഉൾപ്പെടെയുള്ള ഒരു വലിയ സൈന്യത്തെയും വഹിച്ചുകൊണ്ട് സുലൈമാൻ നബി ഇങ്ങനെ യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് ചെന്ന് വിശ്രമിക്കുകയാണ്. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംല് ഖാലത് നംല. അങ്ങനെ ഒരു മലഞ്ചരിവിന്റെ അടുത്തേക്ക് എത്താറാകുമ്പോൾ അതാ ഒരു ഉറുമ്പിന്റെ പട്ടാളം നീങ്ങിപ്പോവുകയാണ്. ഉറുമ്പുകൾ ജാതജാതയായി ലൈനായി നീങ്ങിപ്പോവുകയാണ്. ഹത്താ ഇദാ അതൗ അലാ വാദിൻ നംല്, ഉറുമ്പുകളുടെ ഒരു മലഞ്ചരിവിൽ എത്തിയപ്പോൾ ഖാലത് നംല, ഒരു നേത്രി ഉറുമ്പ്, അവൾ പെണ്ണായിരുന്നു, നേതാവ് ഉറുമ്പ്, നേത്രി ഉറുമ്പ്. അവൾ പറഞ്ഞു, യാ അയ്യുഹൻ നംലു ദുഖുലു മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു വഹും ലാ യശ്ഉറൂൻ. അല്ലയോ ഉറുമ്പുകളെ, ഇതാ സുലൈമാനും പട്ടാളവും വരുന്നുണ്ട്. കൂട്ടത്തിൽ ജിന്നുകളുണ്ട്, പക്ഷികളുണ്ട്, കാലാൾ പട്ടാളം മനുഷ്യരുമുണ്ട്. നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ. ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു, സുലൈമാൻ നബിയും സൈന്യവും നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കട്ടെ. വഹും ലാ യശ്ഉറൂൻ, അവരറിയുന്നില്ല. പാവങ്ങളായ നമ്മൾ ഈ മലഞ്ചരിവിലൂടെ ലൈനായിട്ട് ജാഥയായിട്ട് പോകുന്നത്, ഈ ഉറുമ്പ് കുഞ്ഞുങ്ങൾ പോകുന്നത് അവരറിയുന്നില്ല. എന്നാര് പറഞ്ഞു? ആ ഉറുമ്പിന്റെ ജാഥയുടെ ക്യാപ്റ്റൻ അവൾ പെണ്ണായിരുന്നു, നേത്രി ഉറുമ്പ് പറഞ്ഞു. സഹോദരങ്ങളെ, ഉറുമ്പിന്റെ ജീവിതം സാമൂഹിക ജീവിതമാണ്. ഉറുമ്പ് മാളത്തിൽ ചെയ്യുന്നതും കുടുംബജീവിതം നയിക്കുന്നതും ഒക്കെ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടുകയാണ്. കുട്ടികൾ പഠിക്കുന്ന ചെറിയ മാസിക വരെ അത് ചർച്ച ചെയ്യുന്നുണ്ട്. ഖുർആൻ 1400 വർഷം മുമ്പ് പറഞ്ഞു, ഉറുമ്പുകളുടെ നേതാവ് പെണ്ണാണെന്ന് പറഞ്ഞു. ഖാലത് നംല, അവൾ പറഞ്ഞു. ഓ, പെണ്ണുങ്ങളൊക്കെ ഒന്ന് പൊങ്ങി. ഓ, അവിടെയെങ്കിലും ഞങ്ങളെ ഒന്ന് നേതാവാക്കിയല്ലോ, അല്ലേ? അപ്പൊ എന്തു പറഞ്ഞു ഉറുമ്പ്? ഉറുമ്പ് എന്തു പറഞ്ഞു? തള്ള ഉറുമ്പ് എന്ത് പറഞ്ഞു? നേത്രി ഉറുമ്പ് എന്ത് പറഞ്ഞു? കുഞ്ഞുങ്ങളെ, അവരൊന്നും കാണുന്നില്ല നിങ്ങളെ, അവർ വലിയ പട്ടാളക്കാരല്ലേ, ചവിട്ടി മതിക്കാതിരിക്കട്ടെ. ഉദ്ഖുലു മസാകിനക്കും, നിങ്ങളുടെ പാർപ്പിടങ്ങളിലേക്ക്, മാളങ്ങളിലേക്ക് നിങ്ങൾ കടന്നോ എന്ന് പറഞ്ഞു. 3 മൈൽ അകലം, 3 മൈൽ അകലത്തിൽ നിന്നാണ് ഈ നേത്രി ഉറുമ്പ് ഇത് പറഞ്ഞതെന്ന് മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു. ഇതാര് കേട്ടു? അല്ലാഹു തആല ആരുടെ ചെവിയിൽ ഇത് എത്തിച്ചു? ഈ സംഭാഷണം ഒരു ഉറുമ്പ് തൻ്റെ അണികൾ ഒരിക്കലും നാശത്തിലേക്ക് പോകരുത് എന്ന് നേതാവ് ഉറുമ്പ് പറഞ്ഞത് മഹാനായ സുലൈമാൻ നബിയുടെ കാതുകളിൽ എത്തി. സുഹൃത്തുക്കളെ, കമ്പിയില്ല, കമ്പി, മൊബൈലില്ല, പിന്നെ യാതൊരു ആധുനിക സംവിധാനങ്ങളും ഇല്ല. അല്ലാഹു തആല ഉറുമ്പ് പറഞ്ഞത് സുലൈമാൻ നബിക്ക് എത്തിച്ചു കൊടുത്തു. ഇത് കേട്ടപ്പോ സുലൈമാൻ നബി പുഞ്ചിരി തൂകി. ഫതബസ്സമ ളാഹികം മിൻ ഖൗലിഹാ, അവൾ ആ പെണ്ണുറുമ്പിന്റെ വാക്ക് കേട്ടിട്ട് സുലൈമാൻ നബി പുഞ്ചിരിച്ചു. ആ പുഞ്ചിരി ചിരിയായി വിടർന്നു. ഫതബസ്സമ ളാഹികൻ മിൻ ഖൗലിഹാ, ഉടനെ അല്ലാഹുവിനെ ഓർമ്മ വന്നു. അല്ലാഹുവേ, പടച്ചവനെ,
ഒരു ഉറുമ്പ് തൻ്റെ അണികൾ നശിക്കരുത് എന്ന് പറയുന്ന ഈ സതുപദേശം, ഈ നന്മ കൊണ്ടുള്ള കൽപ്പിക്കൽ നീ എനിക്ക് നേരിട്ട് അറിയിച്ചു തന്നല്ലോ, നീ എനിക്ക് ചെയ്ത അനുഗ്രഹം. ഉടനെ സുലൈമാൻ നബി, അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ എനിക്ക് തൗഫീക്ക് തരണേ എന്ന ദുആയാണ്. റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതകല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദൈ. എനിക്കും എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ പിതാവ് ദാവൂദിനും അലൈഹിമസ്സലാം നീ ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കണേ തമ്പുരാനെ. വഅൻ അഅമല സാലിഹൻ തർലാ, നീ പൊരുത്തപ്പെടുന്ന ഇബാദത്തുകൾ, നല്ല അമലുകൾ ചെയ്യാൻ നീ എനിക്ക് അവസരം തരണമേ. വഅദ്ഖിൽനി, നീ എന്നെ കടത്തി തരണമേ. ഫീ ഇബാദിക സ്വാലിഹീൻ, സാലിഹീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഈ സുലൈമാന് സ്ഥാനം തരണേ. മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന രംഗം സൂറത്തു നംല് പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഒഴുക്കിനെതിരെ, ഒഴുക്കിനൊത്തല്ല സമൂഹം ഒളി ക്യാമറ വെക്കുമ്പോൾ, സമൂഹം സുഹൃത്തുക്കളെ അതുപോലെ കുടുംബജീവിതത്തിൽ വിള്ളലുകൾ സൃഷ്ടിക്കുമ്പോൾ നാം വെളിച്ചം നൽകണം, നാം നേതൃത്വം ഏറ്റെടുക്കണം. ഇൻഷാ അല്ലാ നാം ഫലദായക വൃക്ഷമായി മാറണം. ഇൻഷാ അല്ലാ ആ ചരിത്രത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. അല്ലാഹു തആല ഈന്തപ്പനയെ പോലെ സമൂഹത്തിന് ഫലം നൽകുന്ന പഴമായി മാറണം. ഞാൻ ആ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഅ്മിനിന്റെ ഉദാഹരണം ഈന്തപ്പനയെ പോലെയാണ്. അപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കതറിയാമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ ലഇൻ കുന്ത ഖുൽതഹ ലാ ഹബ്ബു ഇലയ്യ മിൻ ഹുമുരിൻ നഅം, ചവന്ന ഒട്ടകത്തേക്കാൾ എനിക്ക് ഇഷ്ടപ്പെടുമായിരുന്നു. നീ എന്തുകൊണ്ട് മുഅ്മിനിന്റെ ഉദാഹരണം ഈന്തപ്പനയാണെന്ന് പ്രവാചകന്റെ മുന്നിൽ വെച്ച് പറഞ്ഞില്ല എന്ന് ഹസരത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഫലദായക വൃക്ഷമായി മാറണം, സമൂഹത്തിന് ഗുണം നൽകുന്നവരായി മാറണം. വർഗീയത നമുക്ക് പാടില്ല, വർഗീയത നമുക്ക് പാടില്ല. നാം എല്ലാവരെയും സ്നേഹിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് സ്നേഹം തിരിച്ചു കിട്ടും. നാം ഒരിക്കലും തീവ്രവാദികളും ഭീകരവാദികളും ആവേണ്ടതില്ല. അവകാശങ്ങൾ മേടിക്കുകയും ചെയ്യണം. മിടുക്കന്മാരും വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച് മുന്നേറാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തന്നെ ധാർമ്മികതയുടെ പട്ടാളമാകണം. നേരത്തെ അള്ളാഹു പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും. ഒരിക്കലും വ്യഭിചാരത്തിലേക്ക് പോകരുത്. നമ്മുടെ കണ്ണിനെ നമ്മൾ സൂക്ഷിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹദീസ് കണ്ട് ഞെട്ടിപ്പോയി. അള്ളാഹു തആല ഇന്നല്ലാഹ ലയഗാറു, അങ്ങനെയാണ് ഹദീസ് തുടങ്ങുന്നത്. അള്ളാഹുവിന് വളരെ ലജ്ജയാണ് ഒരു അന്യപുരുഷനും അന്യസ്ത്രീയും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്, സിന ചെയ്യുന്നത്. അള്ളാഹുവിന് നോക്കി നിൽക്കാൻ കഴിയില്ല. അള്ളാഹു ലജ്ജയോടുകൂടി കണ്ണ് പിൻവലിക്കുമെന്ന് ഹദീസിൽ വരുന്നു. പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. മറ്റൊരു ഹദീസിൽ വരുന്നു, അസ്സിനാ യൂരിസുൽ ഫഖറ, വ്യഭിചാരം ദാരിദ്ര്യത്തെ കൊണ്ടുവരും. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മൻസന, ആരെങ്കിലും വ്യഭിചരിച്ചാൽ നസഅല്ലാഹു മിൻ ഖൽബിഹി നൂറൽ ഈമാൻ, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാനിന്റെ പ്രഭ അല്ലാഹു ഊരിക്കളയും. മറ്റൊരു ഹദീസിൽ വരുന്നു, ആരെങ്കിലും സിനായിലേക്ക് പോയാൽ വമൻ ശരിബൽ ഖംറ, ആരെങ്കിലും കള്ളു കുടിച്ചാൽ വമൻ സരിഖ, ആരെങ്കിലും മോഷണം നടത്തിയാൽ അവനിൽ നിന്ന് ഈമാൻ അല്ലാഹു ഊരി മാറ്റും. കമാ യഖ്ലഉ സൗബ്, അവൻ ഖമീസ് ഊരുന്നത് പോലെ. ഈമാനോടുകൂടി ഈ മൂന്ന് തെറ്റും ആർക്കും ചെയ്യാൻ കഴിയില്ല. ലാ യസ്നി സാനി ഹീന യസ്നി വഹുവ മുഅ്മിൻ വലാ യശ്റബുൽ ഖംറ ഹീന യശ്റബുഹാ വഹുവ മുഅ്മിൻ വലാ യസ്രിഖു സാരിഖു ഹീന യസ്റഖുഹാ വഹുവ മുഅ്മിൻ ഔ കമാ ഖാൽ. അല്ലാഹു തആല എല്ലാ തിന്മകളിൽ നിന്നും പടച്ചവൻ നമ്മളെ അകറ്റി നിർത്തുമാറാവട്ടെ. മുത്തുനബി പറഞ്ഞു, ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് ഇന്ന മിൻ അശ്റാത്തിസ് സാഅതി. മുത്തുനബി പറഞ്ഞു, ഖിയാമത്ത് അടുക്കുന്നു. ഖിയാമത്തിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ് അയ്യുർഫഅൽ ഇൽമു, ഇൽമു ഉയർത്തപ്പെടും. വയക്സുറൽ ജഹ്ലു,
ജനങ്ങൾക്ക് അറിവില്ലായ്മ വർദ്ധിക്കും. വയക്സുറ സിനാ, സിനാ വ്യഭിചാരം വർദ്ധിക്കും. വയക്സുറ ശുർബൽ ഖംരി, മദ്യാസക്തി സമൂഹത്തെ കൂടി വരും. ഇന്നിപ്പോ മദ്യം കോളയാക്കി കുപ്പിയിലാക്കാൻ പോകുന്നു. വഴിനീളം ബീവറേജ് കോർപ്പറേഷന്റെ മുമ്പിൽ ജാഥയാണ് സുഹൃത്തുക്കളെ, ലൈനാണ്. ഞാൻ ഈയിടെ തിരുവനന്തപുരത്ത് കിളിമാനൂർ ബസ് സ്റ്റോപ്പിലെത്തി. അതിന്റെ തൊട്ടടുത്ത് പള്ളി. മഗ്‌രിബ് നിസ്കരിച്ചിട്ട് പോകാം. നിസ്കരിക്കാൻ കയറിയപ്പോൾ ഉണ്ട് 2 ലൈൻ. ഞാൻ ഓർത്തു നിസ്കാരത്തിന് 2 ലൈനോ? അല്ല, അവിടെ വിദേശ മദ്യ ഷാപ്പാ. കള്ള് വാങ്ങാൻ 2 സഫായിട്ട് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുക. സമൂഹത്തെ ഇന്ന് മദ്യം വരിഞ്ഞു മുറുക്കുകയാണ്. എൻ്റെ മക്കളെ, നിങ്ങൾ ഒരിക്കലും മദ്യപിക്കരുത്. മുത്തുനബി പറഞ്ഞു, മൻകാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ ഫലാ യശ്റബിൽ ഖംറ, മദ്യപിക്കരുത്. വലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹൽ ഖംറു, കള്ള് വിളമ്പുന്ന സദസ്സിൽ ഇരിക്കരുത്. അവിടുന്ന് വീണ്ടും പറഞ്ഞു, ഇജ്തനിബു അൽ ഖംറ, നിങ്ങൾ കള്ളിനെ, മദ്യത്തെ ഉപേക്ഷിക്കണം. ഫഇന്നഹു, അത് എല്ലാ തിന്മകളുടെയും താക്കോലാണ്. മിഫ്താഹു കുല്ലി ശർറ്, ഏതെല്ലാം അഴുക്കുണ്ടോ, ഏതെല്ലാം തിന്മകളുണ്ടോ മദ്യപാനി ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. കള്ളു കുടിച്ചാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാം ചെയ്യുമെന്നാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വല്ലപ്പോഴും ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് കുടിച്ചവർ തൗബ ചെയ്യിൻ, ഇനി കുടിക്കരുത്. ഒന്ന് കുടിച്ചവരെന്ന് കൈപൊക്കി. കള്ള് കാണാത്തവൻ ആദ്യത്തെ വിമാനയാത്രയിലാണ് ഇത് കാണുന്നതും കുടിക്കുന്നതും. എവിടെ വെച്ചാ? ആകാശത്തിലുമല്ല, ഭൂമിയിലുമല്ല. കള്ളു കുടിക്കുന്നത് ആകാശത്ത് വെച്ച് യാസീൻ ഓതി അള്ളാഹുവിന്റെ ദുആ ചെയ്ത്, ഇന്നലെ നമ്മൾ പറഞ്ഞു സുബ്ഹാനല്ലദീ സഖറലനായൊക്കെ പറഞ്ഞ് ഭംഗിയായിട്ട് പേടിച്ച് യാത്ര ചെയ്യേണ്ട യാത്രയല്ലേ വിമാനയാത്ര. അവിടെ ഇരുന്ന് കുടിക്കുന്ന മുസൽമാനില്ലേ? നീ എങ്ങനെ ഉത്തമ സമുദായമാവും? നിനക്ക് മാതൃക കാണിക്കാൻ പറ്റുമോ? അല്ലാഹു തആല പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. പലിശ, ഇസ്ലാം നിരോധിച്ച പലിശയില്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, പലിശ കാരണം മഴ പോലും അള്ളാഹു തടഞ്ഞു നിർത്തും. വലാ ലഹറ ഫീ ഖൗമിൻ അർരിബാ, ഒരു ജനതയിൽ പലിശ വെളിവായാൽ ഇല്ലാ ഉഖിദൂ ബിസ്സനാ, ഖഹത്ത്, മരൾച്ച കൊണ്ട് അല്ലാഹു പരീക്ഷിക്കും. പലിശ വെളിവായാൽ വലാ ലഹറ ഫീ ഖൗമിൻ അർരിഷാ, കൈക്കൂലി ഒരു സമൂഹത്തിൽ വളർന്നാൽ ഇല്ലാ ഉഖിദൂ ബിർറുബി, അല്ലാഹു അവരെ ഭയം കൊണ്ട് പരീക്ഷിക്കും. വലാ ലഹറത്തിൽ ഫാഹിഷത്തു ഫീ ഖൗമിൻ, ഒരു ജനതയിൽ ഫാഹിഷത്ത് എന്ന വൃത്തികേട് പരന്നാൽ അല്ലാഹു അവരെ സല്ലല്ലാഹു അലൈഹിമുൽ മൗത, മരണം അല്ലാഹു അവർക്ക് പതിച്ചു കൊടുക്കും. എയ്ഡ്സ് അല്ലേ? ഫാഹിഷത്ത്. ഖുർആൻ വ്യഭിചാരത്തിന് ഫാഹിഷത്ത് എന്ന് പറഞ്ഞു. ലൈംഗികമായിട്ടുള്ള എല്ലാ തിന്മകൾക്കും ഖുർആൻ പറഞ്ഞത് ഫാഹിഷത്ത് എന്നാണ്. ഈ ഫാഹിഷത്ത് ചെയ്യാൻ ജനങ്ങൾ മുന്നോട്ട് വന്നാൽ അവരുടെ കൂട്ടത്തിൽ ആളുകൾ മരിച്ചുകൊണ്ടിരിക്കും. മരണത്തെ അല്ലാഹു അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കും. എയ്ഡ്സ്, അല്ലാഹു കാക്കട്ടെ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു നിങ്ങൾ അടുക്കരുത് എന്ന് പറഞ്ഞു. അടുത്തപ്പോ ഇതാ ഇപ്പൊ എയ്ഡ്സ് പിടിച്ച് ചാവുകയാണ്. എത്രയാ എയ്ഡ്സ് രോഗികളുടെ എണ്ണം? അക്വയർഡ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലേ എയ്ഡ്സ്. വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. ഇന്നഹു കാന ഫാഹിഷ, അത് നിന്ദ്യമാണ്. വസാഅ സബീല, അല്ലാഹു തആല പറഞ്ഞില്ലേ? സുഹൃത്തുക്കളെ, ഇതാ മരണം ചാകാൻ തുടങ്ങി. എന്താ ഇവിടെ ഹൈത്തിയിൽ നടന്നത്? ഹൈത്തി അമേരിക്കൻ ഭൂഖണ്ഡത്തിൽപ്പെട്ട ദ്വീപാണ് ഹൈത്തി. ഹൈറ്റിയിൽ കടുത്ത റിക്ടർ സ്കെയിലിൽ 7.88 വരെ വന്ന കടുത്ത ഭൂകമ്പം നടന്നു. പ്രസിഡന്റിന്റെ കൊട്ടാരമൊക്കെ ചളങ്ങി കിടക്കുന്നത് കണ്ടില്ലേ സുഹൃത്തുക്കളെ? 2 ലക്ഷം ആളുകളാണ് കൊല്ലപ്പെട്ടത്. എന്താ ഹൈറ്റിക്ക് വന്ന കുഴപ്പമെന്നറിയുമോ? ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ഹൈറ്റി നിവാസികളുടെ വരുമാനം എന്താണെന്നറിയുമോ? മദ്യം നിർമ്മിക്കലാണ്. ബ്രാൻഡിയും വിസ്കിയും നിർമ്മിച്ച് കുടിപ്പിക്കുന്ന ജോലിയാണ് ഹൈറ്റി നിവാസികളുടെ ജോലി. അല്ലാഹു തആല മറിച്ചിട്ടില്ലേ ആ നാടിനെ? പടച്ചോൻ കാക്കട്ടെ. ഈ അടുത്ത കാലത്ത് പേപ്പർ നിങ്ങൾ വായിച്ചിരിക്കും, അല്ലെങ്കിൽ വായിച്ചു തള്ളിയിരിക്കും. കോട്ടയം ജില്ലയിലെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് കുമരകം. അവിടെ ഇങ്ങനെ ഹൗസ് ബോട്ട് വാടകയ്ക്കെടുത്ത് സായിപ്പും മദാമയും ഒക്കെ ഇങ്ങനത്തെ കനാലിലൂടെ തടാകത്തിലൂടെ സഞ്ചരിക്കും. അവിടെ ഒരു മദാമ വന്നു. അമേരിക്കയിൽ നിന്നൊരു യുവതി വന്നു. ആ യുവതി ഇന്റർനെറ്റിലൂടെ പരസ്യം ചെയ്തു, എനിക്ക് ബോയ് ഫ്രണ്ട്
ഐ വാണ്ട് ബോയ് ഫ്രണ്ട്സ്, എനിക്ക് ബോയ് ഫ്രണ്ട്സ് വേണമെന്ന് പറഞ്ഞു. അവരിങ്ങനെ പരസ്യം ചെയ്തു. അപ്പൊ ഇത് കാണേണ്ട താമസം പിള്ളേരെല്ലാം നമ്പറിൽ വിളിക്കാൻ തുടങ്ങി. എന്ന് മാത്രമല്ല കുമരകത്ത് എത്തുകയും ചെയ്തു. അങ്ങനെ ഇഷ്ടമുള്ള ചെറുപ്പക്കാരുമായിട്ട് ഈ മദാമ ഇങ്ങനെ ഹൗസ് ബോട്ടിൽ ചുറ്റുകയാ. അങ്ങനെ 10-15 ദിവസം കഴിഞ്ഞു. സുഹൃത്തുക്കളെ, മദാമ ചുമ്മാ ചെറുപ്പക്കാരെ കിട്ടിയാൽ നോക്കിയിരിക്കുവോ? അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ മദാമ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും ഇഷ്ടപ്പെട്ട ബോയ് ഫ്രണ്ട്സിൻ്റെ നമ്പറിൽ വിളിച്ചു. ഞാൻ നാളെ പോവുകയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന്, നിങ്ങളെല്ലാം 10 മണിക്ക് എയർപോർട്ടിൽ എത്തണമെന്ന് പറഞ്ഞു. ചെറുപ്പക്കാരെല്ലാം ടാറ്റ കൊടുക്കാൻ വേണ്ടി 10 മണിക്ക് എയർപോർട്ടിൽ എത്തിയപ്പോൾ മദാമ 8:30-ക്കുള്ള ഫ്ലൈറ്റിൽ തന്നെ സുഹൃത്തുക്കളെ ദുബൈ വഴി നേരെ കാലിഫോർണിയയിലേക്ക് വിമാനം കയറിയിരുന്നു. അങ്ങനെ അവിടെ എഴുതി വെച്ചു, എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾക്കെല്ലാം ബൈ ബൈ, ഞാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക അതിഥിയെ തന്നിട്ടാണ് പോകുന്നത്, HIV. ചെറുപ്പക്കാരൻ ഞെട്ടി, പടച്ചോനെ HIV? ആ മദാമ HIV വൈറസ് ഉള്ള എയ്ഡ്സ് രോഗിയായിരുന്നു. ആ ചെറുപ്പക്കാർക്കെല്ലാം അത് സമ്മാനിച്ചിട്ടാണ് പോയത്. വൈദ്യശാസ്ത്രം പറയുന്നത് ഒരു എയ്ഡ്സ് രോഗിയുടെ മനഃശാസ്ത്രം അങ്ങനെയാ. ഒരാൾക്ക് എയ്ഡ്സ് പിടിച്ചാൽ മറ്റുള്ളവർക്ക് 10 പേർക്ക് അത് പടർത്തണം എന്ന ഒരു രീതി, ഒരു ചിന്ത എയ്ഡ്സ് രോഗി കൊണ്ടുപോലും അള്ളാഹു കാക്കട്ടെ. അതാ മദാമ നല്ല ആരോഗ്യമുള്ള 10-15 ചെറുപ്പക്കാർക്ക് ഇതങ്ങോട്ട് കൊടുത്തിട്ടാ പോയത്. നോക്കൂ, മുത്തൂറ്റ് പോൾ, അദ്ദേഹത്തിന്റെ മകൻ അല്ലേ, കൊല്ലപ്പെട്ടു. സുഹൃത്തുക്കളെ, ആ കാറിൽ നിന്ന് ഒരു മെഡിക്കൽ റിപ്പോർട്ട് കിട്ടി. എന്തായിരുന്നു ആ റിപ്പോർട്ട്? HIV. നമ്മൾ പത്രത്തിൽ വായിച്ചു, 4 ഇറാൻ പെൺപിള്ളേരും 2-3 പെൺകുട്ടികളുമായി ഗോവയിലും പൂനെയിലൊക്കെ മൂപ്പരിങ്ങനെ കറങ്ങി വരുന്ന വഴിക്കാണ് കത്തി. അതെന്ത് കത്തിയാ? കത്തി, പോലെ ഇരിക്കുന്ന കത്തി. ആ കത്തി കൊണ്ടാണ് സുഹൃത്തുക്കളെ മുത്തൂറ്റിന്റെ മകൻ ജോർജ് മുത്തൂറ്റ്, എന്താ പേര്, നല്ലൊരു ചെറുപ്പക്കാരൻ, പെണ്ണ് കെട്ടിയിട്ടില്ല, 30 വയസ്സ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. എയ്ഡ്സ് പടരുകയാണ്. എങ്ങനെയാ എയ്ഡ്സ് പടരുന്നത്? ഹോം സ്റ്റേ പദ്ധതി, സെക്സ് ടൂറിസം. സർക്കാർ വരെ തണൽ വിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ അതാ സായിപ്പിനെയും മദാമയും സ്വീകരിക്കുന്ന ഹോം സ്റ്റേ ടൂറിസം. അല്ലാഹു കാക്കട്ടെ. ഇന്ന് കള്ള് കുപ്പിയിലാക്കി കൊക്കക്കോള പോലെ കൊടുക്കാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്ന് പത്രത്തിലൂടെ അറിയുന്നു. അങ്ങനെ രാജ്യം മുഴുവനും മുങ്ങാൻ പോവുകയാണ്. അധർമ്മത്തിലേക്ക് മുങ്ങുമ്പോൾ ഈ സമുദായത്തിന് ഒരു കടമയുമില്ലേ? ബാധ്യതയില്ലേ? ഉണ്ട്. അല്ലാഹു തആല സൂറത്ത് ആല ഇംറാനിൽ പറഞ്ഞു, വൽതകും മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈർ, നിങ്ങളിൽ നിന്നൊരു സമുദായം ഉയർത്തെഴുന്നേൽക്കട്ടെ, ഒരു വിങ് ഉയർന്നു വരട്ടെ. യദ്ഊന ഇലൽ ഖൈർ, എല്ലാ നന്മയിലേക്കും ക്ഷണിക്കുന്ന ഒരു സമുദായം. അൽഹംദുലില്ലാ, ഏതെല്ലാം നന്മകളുണ്ടോ ആ നന്മകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു സമുദായം ഉയർന്നു വരട്ടെ. ആര് പറഞ്ഞു? അല്ലാഹു തആല പറഞ്ഞു. പടച്ചവൻ ആ വിഭാഗത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ആരാവണം നിങ്ങൾ? സൂറത്തുൻ നഹലിലെ 2 ആയത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. സമൂഹത്തിന് ഉപകാരം ചെയ്യുന്ന തേനീച്ചയാവണം. ഇൻഷാ അല്ലാഹ് തയ്യാറുണ്ടോ? ഇൻഷാ അല്ലാഹ് തയ്യാറുണ്ടോ? അല്ലാഹു തആല പറഞ്ഞു, തേനീച്ചയുടെ ജീവിതത്തിൽ ഗുണപാഠമുണ്ട്. 114 സൂറകളിൽ ഒരു സൂറത്തിന്റെ പേര് സൂറത്തുൻ നഹൽ, തേനീച്ച എന്നാണ്. എന്തിനാണ് ഒരു ഇൻസെക്ട്, ഒരു ചെറിയ ഒരു പ്രാണിയെ അല്ലാഹു പൊക്കി പറഞ്ഞത്? പൊക്കി പറയാൻ മാത്രം അവൻ മിടുക്കനാണ്. തേനീച്ച ആരാ? എഞ്ചിനീയറാ. എന്ത് എഞ്ചിനീയർ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, വഔഹാ റബ്ബുക ഇലൻ നഹൽ അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ, നിന്റെ നാഥൻ തേനീച്ചയ്ക്ക് ബോധനം നൽകി. വഔഹാ റബ്ബുക ഇലൻ നഹൽ, നഹല് എന്ന തേനീച്ചയ്ക്ക് നിന്റെ റബ്ബ് വഹി നൽകി, ബോധനം നൽകി. എന്താ ബോധനം നൽകിയത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതാ. അല്ലാഹു തേനീച്ചയോട് പറഞ്ഞു, പെണ്ണേ നീ വീടുകൾ ഉണ്ടാക്കണം. നോക്കൂ, ഉറുമ്പ് പറഞ്ഞപ്പോഴും അല്ലാഹു പറഞ്ഞു നേത്രി ഉമ്പ്, അവൾ പറഞ്ഞു എന്നാ പറഞ്ഞത്. ഇവിടെയും അല്ലാഹു ഇടപെടുന്നു. തേനീച്ചയ്ക്ക് ലോകത്ത് പ്രശസ്തി നേടിക്കൊടുത്തത്, തേനീച്ച കൂടുണ്ടാക്കുന്നതും തേനുണ്ടാക്കുന്നതും പെണ്ണാണെന്ന് ഖുർആൻ സമർത്ഥിക്കുന്നു.
അല്ലാന്ന് വിശ്വാസമുള്ളവർ തെളിവ് കൊണ്ടുവരട്ടെ, ഖുർആന്റെ മുമ്പിൽ പരാജയപ്പെടും, യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല പറഞ്ഞു, അനിത്തഹിദ എന്നല്ല പറഞ്ഞത്, അനിത്തഹിദീ, ഏ പെണ്ണേ, ഏ തേനീച്ച, അനിത്തഹിദീ മിനൽ ജിബാലി ബുയൂത, നീ പർവ്വതങ്ങളിൽ ചെന്ന് വീടുണ്ടാക്കണം. വമിനശ് ശജർ, വലിയ മരങ്ങളിലും നീ കൂടുണ്ടാക്കണം. വമിമ്മാ യഅരിശൂൻ, ജനങ്ങൾ കെട്ടിപ്പൊക്കുന്ന പന്തലിലും നീ വീടുണ്ടാക്കിക്കോ. തേനീച്ച ഒരു കുടിൽ വ്യവസായമാണെന്ന് എഴുത്തും വായനയും അറിയാത്ത 7-ാം നൂറ്റാണ്ടിൽ ഉമ്മിയായ പ്രവാചകൻ പ്രഖ്യാപിച്ചു. വമിമ്മാ യഅരിശൂൻ. കണ്ടോ, പന്തല് കെട്ടി ഇങ്ങനെ റബ്ബർ തോട്ടത്തിലൊക്കെ ഇങ്ങനെ പെട്ടി വെച്ചിരിക്കുന്ന കണ്ടിട്ടില്ലേ? കുടിൽ വ്യവസായം. എന്താ അല്ലാഹു തആല തേനീച്ചയ്ക്ക് ബോധനം നൽകിയത്? നീ തേൻ ശേഖരിച്ചോ. ഫസ്ലുകി സുബുല റബ്ബികി ദുലുലാ, അല്ലാഹു തആല തേനീച്ചയോട് പറഞ്ഞു, നീ തേൻ ശേഖരിച്ചോ. എവിടെന്ന്? പിന്നീട് നീ ഭക്ഷിക്കണം. മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളുടെ സത്തും നീ വലിച്ചെടുക്കണം. സുമ്മ കുലീ എന്നാ പറഞ്ഞത്, കുൽ എന്നല്ല പറഞ്ഞത്. പിന്നെ എടി പെണ്ണെ, നീ തിന്നോ. മിൻ കുല്ലി സമറാത്ത്, എല്ലാ പഴങ്ങളുടെ സത്തും. ഫസ്ലുകി, എടി പെണ്ണെ തേനീച്ചേ, ഫസ്ലുകി, നീ കടന്നു പോകണം. സുബുല റബ്ബിക്കി, നിന്റെ റബ്ബിന്റെ മാർഗങ്ങളിലൂടെ. ആണായിരുന്നെങ്കിൽ റബ്ബിക്കാന്നാ പറയേണ്ടിയിരുന്നത്. ഇവിടെ പെണ്ണീച്ചയോടാണ് അല്ലാഹു പറഞ്ഞത്, റബ്ബിക്കി, മോളെ, നിന്റെ റബ്ബ് പ്രകൃതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വഴികളിലൂടെ നീ കടന്നു പോ. ഒരു കുപ്പി തേൻ, 1 കിലോ തേൻ ശേഖരിക്കാൻ തേനീച്ച 2.5 ലക്ഷം യാത്ര നടത്തണം. സുബ്ഹാനല്ലാഹ്. നോക്കൂ, തേനീച്ചയുടെ വീടിനെ പറ്റി ആദ്യം പറയാം. ഒരു എഞ്ചിനീയർക്കും ലോകത്ത് നിർമ്മിക്കാൻ പറ്റാത്ത വീടാണ് തേനീച്ചക്കൂട്. കാരണം അത് മുസദ്ദസാണ്, അതിന് 6 കോണുകളുണ്ട്. അതുകൊണ്ട് കൂടുതൽ തേൻ അതിൽ ശേഖരിക്കും. അത് മാത്രവുമല്ല, അതിൻ്റെ കൂട്ടിൻ്റെ ഓരോ ദ്വാരത്തിലും ഒരു ഈച്ചയ്ക്ക് കയറിയിരിക്കാം. അതുമാത്രവുമല്ല, ഒരു പ്രത്യേക ഡിഗ്രി ശതമാനം അത് ചരിഞ്ഞാണ് നിൽക്കുന്നത്. തേൻ വാർന്നു പോവുകയില്ല, ഉള്ള തേൻ അതിനകത്തിരിക്കും. സുഹൃത്തുക്കളെ, ഒരു വീട്ടിൽ ഒരു അമീറാണുള്ളത്. കുടുംബം നയിക്കേണ്ടത് ഒരാളാണ്, അത് രാജ്ഞിയാണ്, യാസൂബാണ്. രാജ്ഞി തേനീച്ച ഒരു വീട്ടിൻ്റെ കാവൽ നിൽക്കുമ്പോൾ ആ വീട്ടിൽ കുറെ ആണീച്ചകൾ ഉണ്ടാകും. എല്ലാം ഉറക്കത്തിലാണ്, മഹാമടിയന്മാരാണ്. തേനീച്ച കുടുംബത്തിലെ ആണുങ്ങൾ മടിയന്മാരാണ്. അവരാകെ ചെയ്യുന്നത് ഈ ഇണയുമായി ഇണചേരലാണ്. രാജ്ഞിയുമായി ഇണചേരും സുഹൃത്തുക്കളെ, എന്നിട്ട് കിടന്നുറങ്ങും. അതാ തേനീച്ചക്കൂടിന്റെ കാവൽക്കാർ, അതാ ഈ തേനീച്ചകൾ, പെൺതേനീച്ചകൾ കാട്ടിലേക്ക് പോകുന്നു, തേൻ കൊണ്ടുവരുന്നു. ഒരു വിഭാഗം തേനീച്ചകൾ കൊണ്ടുവന്ന തേൻ ഉറച്ചു പോകാതിരിക്കാൻ ജലാംശം ക്രമീകരിക്കുന്നു. അതിൻ്റെ ചിറക് കൊണ്ട് പങ്കയാക്കി തേനീച്ചക്കൂടിനകത്ത് അതാ ഉഷ്ണം ക്രമീകരിക്കുന്നു. അതുമാത്രവുമല്ല, കൂട്ടിലേക്ക് ആരെങ്കിലും അതിക്രമിച്ച് കടന്നാൽ ആ മനുഷ്യനെ അല്ലെങ്കിൽ ആ ഉറുമ്പിനെ, ഏതെങ്കിലും വസ്തു തേനീച്ചക്കൂടിനകത്തേക്ക് കടന്നാൽ കൈകാര്യം ചെയ്യും. അതിനെ എടുത്ത് പുറത്ത് കളയാൻ കഴിയുന്നില്ലെങ്കിൽ ചില പ്രത്യേകമായ കെമിക്കൽ ഔഷധങ്ങൾ കൊണ്ട് സിറിഞ്ച് വഴി അതിന് കുത്തിവെക്കും. എന്നിട്ട് ഈ എംബാം ചെയ്ത് കൂടിനകത്ത് സൂക്ഷിച്ചു വെക്കും. ഇതൊക്കെ ആര് ചെയ്യുന്ന പണിയാ? തേനീച്ച ചെയ്യുന്ന പണിയാ. അല്ലാഹു തആല പറഞ്ഞു, നീ എല്ലാ പഴങ്ങളും തിന്നണം. എന്നിട്ട് അല്ലാഹു ഒരുക്കി വെച്ച വഴിയിലൂടെ നിന്റെ കൂട്ടിൽ തന്നെ നീ തിരിച്ചെത്തണം. മറ്റൊരു വീട്ടിൽ നീ അതിക്രമിച്ച് കയറരുത്. ഒരൊറ്റ ഈച്ചയും വേറൊരു വീട്ടിൽ ചെന്ന് കയറിയതായിട്ട് സുഹൃത്തുക്കളെ ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. എല്ലാവരും അതിന്റെ കൂട്ടിൽ തന്നെ കയറിയിട്ടുള്ളൂ. അല്ലേ? ആണോ? അല്ലേ? തേനീച്ച സംബന്ധമായി വരുന്ന ലേഖനങ്ങളെല്ലാം എടുത്തു വെച്ചോ. തേനീച്ച സംബന്ധമായി പറയുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചു വെച്ചോ നിങ്ങളുടെ ഹോം ലൈബ്രറിയിൽ. നിങ്ങൾക്കത് ഭാവിയിൽ ഉപകാരപ്പെടും. എന്നിട്ട് ഈ ആയത്തുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്തോ.
അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ഈ ആയത്ത് നോക്കൂ. യഖ്റുജു മിൻ ബുതൂനിഹാ ശറാബും മുഖ്തലിഫുൻ അൽവാനു, അതിന്റെ ഉദരത്തിൽ നിന്ന് വയറ്റിൽ നിന്ന് പുറപ്പെടുന്നു ശറാബുൻ വിശിഷ്ട പാനീയം, മുഖ്തലിഫുൻ അൽവാനു അതിന് പല വർണ്ണങ്ങളാണ്, ചിലത് വെളുപ്പ്, ചിലത് ലൈറ്റ് മഞ്ഞ, ചിലത് കടുത്ത ചുവപ്പ്. അള്ളാഹു പറഞ്ഞു ഫീഹി ശിഫാഉൽ ലിന്നാസ്, ഈ പാനീയത്തിൽ രോഗങ്ങൾക്ക് ജനങ്ങൾക്ക് ശിഫയുണ്ട്. മാനവരാശിയുടെ മെഡിസിൻ സമൂഹത്തിന് നൽകുന്ന തേനീച്ചകളായി മാറണം ആര്? ഉത്തമ സമുദായം. തയ്യാറുണ്ടോ? തയ്യാറുണ്ടോ? സ്വന്തം പ്രയത്നിച്ച് ഒരു ടീം വർക്കാണ് തേനീച്ച നടത്തുന്നത്. ജോലി ഭാഗിച്ചെടുക്കും. ഒരു കൂട്ടരെ മെഴുകുൽപാദിപ്പിക്കും, ഒരു കൂട്ടരെ കൂടുണ്ടാക്കും. നോക്കൂ, കൂടുണ്ടാക്കുന്നവർ ഏറ്റവും നല്ല എഞ്ചിനീയറാ. നോക്കൂ സുഹൃത്തുക്കളെ, നമ്മളൊരു വീടുണ്ടാക്കണമെങ്കിൽ, 1000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടാക്കണമെങ്കിൽ നമ്മൾ ഡിപ്ലോമ എങ്കിലും പാസ്സായ ഒരു എഞ്ചിനീയർ അടുത്ത് പോവില്ലേ? അയാൾ സ്കെച്ച് വരയ്ക്കൂലേ? ആ കള്ളാസ് എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയും, കാരണം ശരിയായില്ല, വീണ്ടും വരയ്ക്കുന്നു. പക്ഷെ ഒരു തേനീച്ചയ്ക്കും തൻ്റെ കൂടുണ്ടാക്കുന്ന വിഷയത്തിൽ അബദ്ധം പറ്റിയിട്ടില്ല. കുറെ തേനീച്ചകൾ 4 ഭാഗത്തുനിന്നും കൂടുണ്ടാക്കി വരും, നടുക്കുകൊണ്ടുവന്ന് മുട്ടിക്കുന്നു. അറകൾ തുല്യമായിരിക്കും. ഒരൽപ്പം പോലും മണ്ടത്തരം ഒരു തേനീച്ചയ്ക്ക് പറ്റിയതായിട്ട് ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അള്ളാഹു പറഞ്ഞു, നീ കൂടുണ്ടാക്ക്. എവിടെ? പർവ്വതങ്ങളിൽ. നീ കൂടുണ്ടാക്ക്. വലിയ ആഞ്ഞിലി പ്ലാവിന്റെ മുകളിൽ തൂങ്ങിക്കിടക്കുന്ന കണ്ടിട്ടില്ലേ? പിന്നെ ജനങ്ങൾ കെട്ടിയുണ്ടാക്കുന്ന മുന്തിരിത്തോട്ടങ്ങളിലും ചെന്ന് കൂടുവെച്ചോ. ജനങ്ങൾക്കത് കാർഷിക മേഖലയാവട്ടെ. ഇങ്ങനെ അള്ളാഹു പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പ്രത്യേക റൂട്ടുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. ആ റൂട്ടിലൂടെ നീ കടന്ന് നീ തേൻ ഭക്ഷിച്ചോ. ആ തേൻ നിനക്ക് ഭക്ഷണമാണെന്ന് അള്ളാഹു പറഞ്ഞു. നോക്കൂ, ഇവിടെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഏത് തേനീച്ചയും പൂക്കൾ കണ്ടാൽ, പഴങ്ങൾ കണ്ടാൽ അതിൻ്റെ സത്ത് അത് സിപ്പ് ചെയ്ത് വലിച്ചതെടുക്കും. എന്നിട്ട് അത് നേരെ വയറ്റിൽ ചെല്ലും. സുഹൃത്തുക്കളെ, വയറ്റിൽ ചെന്നിട്ട് തേനീച്ചയുടെ വയറ്റിൽ ചെന്ന് ചില രാസപ്രവർത്തനങ്ങൾ നടത്തി ആ തേനീച്ച അതിൻ്റെ കൂട്ടിൽ തിരിച്ചു കൊണ്ടുവന്ന് ഛർദിക്കുകയാണ്. ഛർദി എന്ന് പദം കേൾക്കുമ്പോ ഇനി ആരും തേൻ കുടിക്കാതെയാവും. അല്ലോ, ഇതുവരെ അറിഞ്ഞില്ല തേൻ മുഴുവനും ഛർദിയാണെന്ന് ഷമ്മാസ് മൗലവി പറഞ്ഞു. നിങ്ങൾ പറഞ്ഞേക്കല്ലേ, അപ്പോഴേ തേനാകൂ. ഇതങ്ങോട്ട് അകത്ത് ചെന്ന് 1000 പൂക്കളുടെ മധു ഇതങ്ങ് ശേഖരിച്ച് അതിൻ്റെ ഭക്ഷണമായി വയറ്റിൽ ചെന്ന് തിരിച്ച് അത് വായിലൂടെ തന്നെ തൻ്റെ വീട്ടിൽ അത് നിക്ഷേപിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞു, യഖ്റുജു മിൻ ബുതൂനിഹാ, അതിൻ്റെ വയറുകളിൽ നിന്നും പുറത്തു വരുന്നു ശറാബുൻ പാനീയം, മുഖ്തലിഫുൻ അൽവാനുഹു വൈവിധ്യ വർണ്ണങ്ങളിൽ, ഫീഹി ശിഫാഉൽ ലിന്നാസ്, മാനവരാശിക്ക് അതിൽ മെഡിസിനാണ്, വൈദ്യം അതിൽ മരുന്നുണ്ട്. ഇന്ന ഫീ ദാലിക ലആയത്തിൻ ലിഖൗമി യതഫക്കറൂൻ, ഫിക്റുള്ള ജനതയ്ക്ക്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. അപ്പോ ജോലി പങ്കിട്ടെടുത്ത് സമൂഹത്തിന് വലിയ സേവനം ചെയ്യുന്ന തേനീച്ചക്കൂട്ടങ്ങളെ പോലെ ഉത്തമ സമുദായമാകണമെന്ന് സൂറത്തുൻ നഹൽ. അല്ലാതെ പിന്നെ ഒരു ഇൻസെക്റ്റിനെ അള്ളാഹു പറഞ്ഞ എന്തിനാ? ഞാൻ ഇന്നലെ ഒരു ഹദീസ് കണ്ട് ഞെട്ടിപ്പോയി. സുബ്ഹാനല്ലാഹ്, ജനങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവൻ സമൂഹത്തിന് വെളിച്ചം നൽകി സ്വയം ഉരുകിത്തീരുന്ന മെഴുകുതിരിയെ പോലെയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ സ്വയം അങ്ങ് നശിച്ചു പോകരുത്. ജനങ്ങൾക്ക് പ്രകാശം കൊടുക്കുകയും വേണം. സ്വയം ഒരു സമൂഹത്തിന്റെ അസ്തിത്വം നമ്മൾ കാത്തു സൂക്ഷിക്കുകയും വേണം. നോക്കൂ, ഇന്ന് നിരവധി വെല്ലുവിളികൾ ഈ സമുദായം നേരിടുകയാണ്. എവിടെന്നാ? യൂറോപ്പിൽ നിന്ന്, ജൂത ക്രൈസ്തവരുടെ ഭാഗത്ത് നിന്ന്, സുഹൃത്തുക്കളെ ഓറിയന്റലിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന്. യുഷികു അൻ തദാഅ അലൈകുമുൽ ഉമം, ഇസ്ലാമികേതര സമൂഹങ്ങൾ നിങ്ങൾക്കെതിരെ ഓടിക്കൂടും. കമാ തദാഅൽ അകലതു ഇലാ ഖസ്അതിഹാ, വിഭവസമൃദ്ധമായ ഭക്ഷണത്തിന്റെ അടുത്തേക്ക് ആളുകൾ വരുന്നത് പോലെ. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു റളിയല്ലാഹു അൻഹും, അവമിൻ ഖില്ലത്തിൻ ബിനാ യൗമഇദിൻ യാ റസൂലല്ലാഹ്, ഞങ്ങളന്ന് ന്യൂനപക്ഷമായത് കൊണ്ടാണോ, എണ്ണത്തിൽ ചുരുങ്ങിയത് കൊണ്ടാണോ നബിയെ? ഖാലല, അവിടുന്ന് പ്രവാചകൻ പറഞ്ഞൂല്ല, നിങ്ങൾ എണ്ണത്തിൽ ചുരുങ്ങിയത് കൊണ്ടല്ല. ബൽ അൻതും യൗമഇദിൻ കസീറൂൻ, നിങ്ങളന്ന് എണ്ണത്തിൽ ധാരാളം ഉണ്ടായിരിക്കും. 140 കോടി. എത്ര കോടി?
140 കോടി. ബ്രൂണേ മുതൽ, സുൽത്താൻ ഭരിക്കുന്ന ബ്രൂണേ മുതൽ മൊറോക്കോ വരെ അതാ നീണ്ടു കിടക്കുന്ന 58 മുസ്ലിം രാജ്യം നമുക്കുണ്ട്. മണ്ണുമാന്തിയാൽ പെട്രോളാണ് കിട്ടുന്നത്, സൗന്ദര്യമുണ്ട്, സ്വർണത്തിന്റെ മലകളുമുണ്ട്. എന്നിട്ടും മുസ്ലിമീങ്ങൾ ഇപ്പോ പുറകിൽ പോകാൻ കാരണം എന്താ? നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു, ഇപ്പോൾ നമ്മൾ ചരിത്രം പറയുന്നു, ചരിത്രം സൃഷ്ടിക്കുന്നില്ല. ഇതാണ് വ്യത്യാസം. മുൻഗാമികൾ ചരിത്രം സൃഷ്ടിച്ചു, നമ്മളിപ്പോ അതിങ്ങനെ പറയുകയാണ്. ബദർ കിസ്സപ്പാട്ട് അല്ലേ? ഈയിടെ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഡെൻമാർക്കിൽ ഒരു പ്രാന്തൻ അള്ളാഹുവിന്റെ റസൂലിന്റെ കാർട്ടൂൺ വരച്ചപ്പോ എനിക്ക് 5 പ്രസംഗം കിട്ടി, ജീവിക്കാൻ വകയായി. ഇത് എങ്ങനെയുണ്ട്? അതുകൊണ്ട് നമ്മൾ എന്തായിരിക്കണം? മാതൃകയായിരിക്കണം മറ്റുള്ളവർക്ക്. അള്ളാഹു പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ആഖിലാ യുഹയ്യ ലകൽ അർസാഖു മിൻ ഹൈസു ലാ തദ്രീ. നീ തഖ്വ മുറുകെ പിടിച്ച് ജീവിച്ചോ. അലൈക ബിതഖ്വല്ലാഹി ഇൻ കുൻത ആഖിലാ. നീ ബുദ്ധിമാനാണെങ്കിൽ അള്ളാഹു നിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി തരും. നീ തഖ്വ മുറുകെ പിടിച്ച് ജീവിച്ചോ, പടച്ചോ നിന്റെ എല്ലാ കാര്യത്തിലും ബർക്കത്ത് തരും. അല്ലാഹു തആല നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഭദ്രത തരുമാറാവട്ടെ. വലൗ അന്ന ഹാദർ റിസ്ഖ യഅതി ബിഖുവതി ലമാ അകലൽ ഉസ്ഫൂറു ശൈഅൻ മഅൻ നസ്രി. ഈ ഭക്ഷണം, ഈ സമ്പത്ത് നിന്റെ മിടുക്ക് കൊണ്ടല്ല ഉണ്ടാകുന്നത്. വലൗ അന്ന ഹാദർ റിസ്ഖ യഅതി ബിഖുവതി, നിന്റെ മിടുക്ക് കൊണ്ടാണ് ഈ സമ്പത്തും ഈ റിസ്ഖും ഉണ്ടാകുമായിരുന്നെങ്കിൽ ലമാ കലൽ ഉസ്ഫൂറു ശൈഅൻ മഅൻ നസ്രി, ഒരു ചെറിയ കുരുവി അതാ പരുന്തിന്റെ കൂട്ടത്തിൽ ആഹരിക്കുകയില്ലായിരുന്നു. ഒരാഹാരം കിട്ടി, ഒരു ശവം കിട്ടിയാൽ ഒരറ്റത്ത് കഴുകനും മറ്റേ അറ്റത്ത് ചെറിയ കുരുവിയും ഭക്ഷിക്കുന്നത് അല്ലാഹു റസാഖായതുകൊണ്ടാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ സഹോദരന്മാരെ? അപ്പൊ കാണാം, ഡിസ്കവറി ചാനൽ നോക്കുമ്പോൾ കാണാം, അതിനകത്ത് അതാ ഉറുമ്പിന്റെ ജീവിതം, തേനീച്ചയുടെ ജീവിതം അല്ലേ? അപ്പം അതിനകത്ത് ഒരുപാട് അത്ഭുതങ്ങൾ കാണാം. അത് കാണുമ്പോൾ അള്ളാഹുവിൻ്റെ കുദ്റത്ത് നമുക്ക് ഓർമ്മ വരും. അപ്പം നമ്മൾ അറിയാതെ പാടിപ്പോകും, എന്നുമൻ ജീവിത ഭാഗതയങ്ങളിൽ നന്മതൻ പൂക്കൾ പൊഴിക്കും തരങ്കിണി. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തവനാണ് നീ. ശില്പിയാം ആഴിയിൽ അർക്കനിൽ ആമ്പലിൻ ആകാശ നീലിമയിൽ നിന്നെ ദർശിപ്പോ ദൈവമേ. ആദിയും അന്ത്യവും ഇല്ലാത്ത നിന്നിലെ ആത്മസായുജ്യം ലഭിപ്പൂ മഹാമയേ. സർവേശ്വരനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്ന ഉത്തമ സമുദായത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കാറുണ്ട്, എൻ്റെ വിത്തറ് ഞാൻ എൻ്റെ കഴിഞ്ഞ ഉടനെ വേണോ, തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വേണോ? സുഹൃത്തുക്കളെ, കൃത്യമായി തഹജ്ജുദ് നിസ്കരിക്കുന്നവർ അവരുടെ വിത്തറ് അവർ ലാസ്റ്റ് ആക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിത്തറ് ലാസ്റ്റ് ആയിരിക്കണം. ഇൻഷാ അള്ളാഹ് തഹജ്ജുദ് നിസ്കരിക്കുന്നവർ ഈ നാട്ടിലുണ്ടല്ലോ എന്നോർത്ത് ഞാൻ സന്തോഷിക്കുകയാണ്. ഒരുപാട് ഉമ്മപെങ്ങന്മാർ ളുഹാ നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് ഉമ്മപെങ്ങന്മാർ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്. അല്ലാഹു തആല ഈ നാടിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സ്നേഹനിധികളായ ഈ നാട്, ഈ നാട്ടുകാരെ അല്ലാഹു തആല ദീനിന്റെ കാവൽ ഭടന്മാരായി പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാ സഹോദരിമാർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും പടച്ചവൻ പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാം സമൂഹത്തിന് മധു നൽകുന്ന തേനീച്ചകളായി മാറണം. അതുപോലെ സമൂഹം നാശത്തിലേക്ക് പോകുമ്പോൾ ആ നേത്രി ഉറുമ്പ് തൻ്റെ അണികളെ നശിക്കാതെ ഉപദേശിച്ചതുപോലെ സമൂഹത്തെ മുഴുവനും നാശത്തിൽ നിന്ന് രക്ഷിക്കുന്ന നേതാക്കളായി നിങ്ങൾ മാറണം. ഇൻഷാ അല്ലാഹ് സമൂഹം മുങ്ങിത്താഴുമ്പോൾ ദ്വാരം സൃഷ്ടിക്കാതെ അതാ അഴുക്കിനെതിരെ എല്ലാ നന്മകളും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരായി മാറണം. അല്ലാഹു തആല പടച്ചോ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഹാനായ സഹാബി, ഞാൻ ഒരു ചെറിയൊരു ഹദീസ് കൂടി പറയാം. മഹാനായ സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു, അങ്ങ് അകലെ സിറിയയിൽ വാർദ്ധക്യമുള്ള സഹാബി, 80-90 വയസ്സുള്ള സഹാബി, അങ്ങ് അകലെ കുത്തിയിരുന്ന് ഒരു മാവിൻ തൈ, ഒരു ഫലവൃക്ഷം നടുകയാണ്. സുഹൃത്തുക്കളെ, അബൂദർദാ റളിയല്ലാഹു അൻഹു എന്ന വൃദ്ധനായ നബിയുടെ പ്രിയപ്പെട്ട സഖാവ് സഹാബി അതാ കുനിഞ്ഞിരുന്ന് മണ്ണ് മാന്തി ഫലവൃക്ഷം നട്ടുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ അതിലേ ചെന്നു, അല്ല ഈ വയസ്സുകാലത്ത് എന്തിനായി മാവിൻ തൈ ഇവിടെ നടുന്നത്? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു, സുഹൃത്തെ,
സുഹൃത്തെ, നാം ഇപ്പോൾ തിന്നുന്ന മാമ്പഴങ്ങളെല്ലാം നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി നട്ടുപിടിപ്പിച്ച മാവിൻ തൈകളാണ് തന്നത്. ഞാൻ ഈ മാവിൻ തൈ നടുന്നത് എനിക്ക് വേണ്ടിയല്ല, വരുന്ന ജനറേഷൻ, ന്യൂ ജനറേഷൻ, നാളെകളിലെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയാണ്. എൻ്റെ പ്രവാചകന്റെ ഹദീസാണ് ഞാൻ ഈ മരം പിടിപ്പിക്കുന്നതും ഞാൻ ഈ പരിസ്ഥിതിയുടെ കാവൽക്കാരനാകുന്നതും. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു ഉറക്കെ പറഞ്ഞു, മാമിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസാ ഔ യസ്റഉ സർആ ഫയഅകുലു മിൻഹു ഇൻസാനുൻ ഔ തൈറുൻ ഔ ബഹീമത്തുൻ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരു മുസ്ലിം ഒരു ഫലവൃക്ഷം നട്ടുപിടിപ്പിച്ചാൽ, ഒരു മരം നട്ടുപിടിപ്പിച്ചാൽ, അതിൽ നിന്ന് ഒരു മനുഷ്യനോ ഒരു പക്ഷിയോ ഒരു മൃഗമോ ഭക്ഷിച്ചാൽ, ഇല്ലാ കാന ലഹു സദഖ ഔ കമാ ഖാൽ, അതിന് സദഖയുടെ പ്രതിഫലം അള്ളാഹു എഴുതുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒരു മരം നട്ടുപിടിപ്പിച്ചു, ഒരു പേരക്കാമരം, ഒരു പപ്പായ മരം, അതിൽ നിന്നൊരു പച്ചക്കിളി തിന്നാൽ സദഖയായിട്ട് നാളെ നിന്റെ CD കോമ്പാക്ട് ഡിസ്ക്, ഓരോ മനുഷ്യനും അല്ലാഹു 2 ഡിസ്ക് വെച്ചിട്ടുണ്ട്. അതാ മാമിൻ ഖൗലിൻ മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. കിറാമുൻ കാതിബീനായ 2 മലക്കുകൾ വലതും ഇടതും ഇരിക്കുന്നു. നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ആ മലക്കുകൾ ഒപ്പിയെടുക്കുന്നുണ്ട് CD-ക്കകത്ത്. ആ CD മരണത്തോടു കൂടി കഴുത്തിന്റെ ഭാഗത്ത് വെച്ചിട്ട് മലക്കുകൾ പോകും. നാളെ പരലോകത്തിൽ മഹ്ശറയിൽ വെച്ച് ആ CD കിതാബായിട്ട് കയ്യിലേക്ക് വരും. അള്ളാഹു പറയും, ഞാൻ നിന്നെ എന്തിനാണ് ഹിസാബ് ചെയ്യുന്നത്? നിന്റെ കിതാബ്, നിന്റെ CD നീ വായിച്ചു നോക്കൂ. ഇഖ്റാ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. നാളെ അല്ലാഹു തആല പറയും, നീ നിന്റെ CD വായിച്ചു നോക്കൂ, നിന്റെ പ്രവർത്തനങ്ങൾ അതിലുണ്ട്. നീ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുണ്ട്. നീ അതാ വേളൂർ പള്ളിക്ക് ഒരു യാക്ക് സിമന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ കിതാബിലുണ്ട്. നീ ഒരു അരിക്കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കിതാബിലുണ്ട്. ഞാൻ നിന്നെ ഹിസാബ് ചെയ്യുന്നില്ല, നീ തന്നെ നിന്റെ CD ഒന്ന് വായിച്ചു നോക്കൂ. അങ്ങനെ ഒരു കൂട്ടർക്ക് അല്ലാഹു വലത് കൈയിൽ ഈ CD കൊടുക്കും. അതിനെ പറ്റിയാണ് ഹാഖ സൂറത്തിൽ അല്ലാഹു പറഞ്ഞു, ഫഅമ്മാ മൻ ഊതിയ കിതാബഹു ബിയമീ فيقول هاؤم اقرءوا كتابيا إني ظننت أني ملاق حسابيا فهو في عيشة راضية في جنة عالية قطوفها دانية. അങ്ങനെ അല്ലാഹു പറയുന്നുണ്ട്, വലത് കൈയിൽ കിതാബ് കിട്ടുന്നവർ സ്വർഗ്ഗത്തിലാണ്. വഅമ്മാ മൻ ഊതിയ കിതാബഹു ബിശിമാലി, ഇടത് കൈയിൽ CD കിട്ടുന്നവർ ഫയഖൂലു യാ ലൈതനി ലം ഊത കിതാബിയാ വലം അദ്രി മാ ഹിസാബിയാ യാ ലൈതഹാ കാനതിൽ ഖാലിയാ മാ അഗ്നാ അന്നി മാലിയാ ഹലക അന്നി സുൽത്താനിയാ. അല്ലാഹു കാക്കട്ടെ, ഇടത് കൈയിലെങ്ങാനും കിതാബ് കിട്ടിയാൽ അല്ലാഹു മലക്കുകളോട് പറയും, ഖുദൂഹു ഫഗുല്ലു, അവനെ പിടിക്കൂ, കയ്യാമം വെക്കൂ, സുമ്മൽ ജഹീമ സല്ലു, പിന്നെ അവനെ നരകത്തിലേക്ക് വലിച്ചെറിയൂ. ഇന്നഹു കാന ലാ യുഅ്മിനു ബില്ലാഹിൽ അലീം, അവൻ ദുനിയാവിൽ വെച്ച് മഹാനായ അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്നില്ല. വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ, അവൻ അഗതികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല, പ്രേരിപ്പിച്ചിരുന്നില്ല. പടച്ചവൻ കാക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുകയാണ്.